ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കോർ അക്കാഡമി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ട്രിഗണോമെട്രി, അതുപോലെ തന്നെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ട്രിഗണോമെട്രിയിൽ വരുന്ന ഒരു പാർട്ട് തന്നെയാണ് ഹൈറ്റും ഡിസ്റ്റൻസും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് നമുക്ക് ട്രിഗണോമെട്രി എന്താണെന്ന് അറിയാമല്ലോ. അതായത് ഇതുപോലത്തെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൻ്റെ ഇവിടുത്തെ ആംഗിൾ തീറ്റ. ഓക്കെ, ഇത് തീറ്റ. അപ്പോൾ ഈ പി എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആണ്. പി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ. ഇനിയോ ബി എന്ന് പറയുന്നത് ബേസ് ആണ്, എച്ച് ഹൈപ്പോട്ടനസ്. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കോസ് തീറ്റ എന്താണ്, സൈൻ തീറ്റ എന്താണ്, ടാൻ തീറ്റ എന്താണ്, ഇതൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. എന്താണ് ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്? എന്താ? സൈൻ തീറ്റ എന്താണ്? പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്. അതായത് പെർപെൻഡിക്കുലർ എന്താണ്? പി ഡിവൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടിനസ്. ഓക്കെ, ക്ലിയർ? ഇതാണ് സൈൻ തീറ്റ. ഇനി നമ്മൾ കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ബേസ്. അതായത് കോസ് തീറ്റ ഈക്വൽ ടു ബേസ്. ഇവിടെ ബേസ് എന്താണ്? ബി ബൈ ഹൈപ്പോട്ടിനസ്. ഓക്കെ, ഇതാണ് കോസ് തീറ്റ. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിവൈഡ് ബൈ ബേസ്. ഇതാണ് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ഈ സൈനിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സൈനിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ എന്ന് പറയുന്നതാണ് കൊസീക്ക്. സോ കൊസീക് തീറ്റ ഈക്വൽ ടു എന്താണ്? ഇതിന്റെ റെസിപ്രോക്കൽ, അതായത് തിരിച്ചിട്ടത്, ഹൈപ്പോട്ടിനസ് ബൈ പെർപെൻഡിക്കുലർ. കോസിന്റെ റെസിപ്രോക്കൽ എന്താണ്? സീക്ക് തീറ്റ ഈക്വൽ ടു ഹൈപ്പോട്ടിനസ് ബൈ ബേസ്. ഇനി ടാനിന്റെ കോട്ട് തീറ്റ ഈക്വൽ ടു എന്താണ്? ബേസ് ബൈ പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇതിൽ അതായത് ഈ കോസ് തീറ്റ കൊസൈക് തീറ്റ എന്ന് പറയുന്നത്, അതായത് ഈ കൊസൈക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ സൈൻ തീറ്റ ആണ്. സീക് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ കോസ് തീറ്റ ആണ്. കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ ടാൻ തീറ്റ ആണ്. ഓക്കെ, എല്ലാവർക്കും അറിയുന്നതാണ്, നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇതിൽ നമ്മൾ ട്രിഗണോമെട്രിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ? അപ്പോൾ അടുത്ത കുറച്ച് വാല്യൂസ് നമ്മൾ പഠിക്കാൻ, അതായത് സൈൻ 0 എന്താണ്, സൈൻ 30 എന്താണ്. ഇത് നിങ്ങൾ മസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, എല്ലാവരും പഠിച്ചിരിക്കണം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. എന്താണ് സൈൻ 0 എന്താണ്? 0. സൈൻ 30 എന്താണ്? 1/2. ഓക്കെ, അങ്ങനെ 90 വരെ പഠിക്കാം. ഇനി ഈ സൈൻ എന്താ? 0 മുതൽ 90 വരെയുള്ള വാല്യൂവിനെ നേരെ തിരിച്ചിട്ടാൽ കോസ് 0 മുതൽ 90 വരെയുള്ള വാല്യൂ. അതായത് സൈൻ 90 എന്ന് പറയുന്നതും കോസ് 0 എന്ന് പറയുന്നതും സെയിം ആണ്, 1 ആയിരിക്കും. സൈൻ 60 എന്ന് പറയുന്നത് കോസ് 30 എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സൈൻ 45ഉം കോസ് 45ഉം സെയിം ആയിരിക്കും. ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതായത് ഇത്രയും കാര്യം പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് ഈ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയാം, അല്ലേ? അതായത് ഈ സൈൻ തീറ്റ എന്താ? സൈൻ തീറ്റ എന്ന് പറയുന്നത് പി ബൈ എച്ച്. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇതാ ബി ബൈ എച്ച്. എച്ചും എച്ചും കട്ടാവും, ബാക്കി പി ബൈ ബി. അതല്ലേ നമ്മുടെ ടാൻ തീറ്റ. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഈ വാല്യൂസും പഠിച്ചു വെക്കാം. ഇവിടെ നോക്കാം, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സോ സൈൻ തീറ്റ 0, അതായത് ഇവിടെ ടാൻ 0 എന്ന് പറയുന്നത് സൈൻ തീറ്റ എത്രയാണ്? 0 ബൈ കോസ് തീറ്റ 1, ദാറ്റ്സ് ഈക്വൽ ടു 0 ആണ്. ടാൻ 30 എന്ന് പറയുന്നത് എന്താ? സൈൻ 30 ഡിവൈഡ് ബൈ കോസ് 30. സൈൻ 30 എന്ന് പറയുന്നത് 1/2, കോസ് 30 എന്ന് പറയുന്നത് √3/2. അപ്പോൾ ടാൻ 30ന്റെ വാല്യൂ എന്ന് കിട്ടും? 1/√2 എന്ന് കിട്ടും, √3 എന്ന് കിട്ടും. ഓക്കെ, 1/√3. അതായത് സൈൻ ബൈ കോസ് ആണ് ടാൻ തീറ്റ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ ഇതാ ഇവിടെ നമ്മൾ നോക്കാം, സൈൻ 90 എന്ന് പറയുന്നത് എന്താണ്? 0. അതുപോലെ കോസ് 90 എന്ന് പറയുന്നത് എന്താണ്? സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്, കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻ 90 എന്തായിരിക്കും? ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ ടാൻ 90 എന്ന് പറയുന്നത് സൈൻ എത്ര? സൈൻ 90 എത്രയാണ്? 1.
ഡിവൈഡ് ബൈ കോസ് 90. കോസ് 90 എത്രയാണ്? 0. ഇത് ഡിനോമിനേറ്ററിൽ നമ്മൾ 0 വന്നാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡിനോമിനേറ്ററിൽ 0 വന്നാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞത്. അതായത് ഡിനോമിനേറ്ററിൽ 0 വരുന്ന വാല്യൂസ് ഒക്കെ അൺഡിഫൈൻഡ് ആയിരിക്കും. ഇനി ടാനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോട്ട് വരുന്നത്, സൈനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കൊസീക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ ഫുൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ? അടുത്ത നമ്മൾ നോക്കാനുള്ളതാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഓരോ ക്വാഡ്രന്റിലുള്ള വാല്യൂസ്. അതായത് എന്താ, ഇവിടെ 4 ക്വാഡ്രന്റ് ആണുള്ളത്. അതിൽ 0, 90, 180, 270. അപ്പൊ ഇതിൽ ഓരോ 4 ക്വാഡ്രന്റ് ആണുള്ളത്. അതിൽ ഓരോന്നിലും സൈനിന്റെ വാല്യൂ എന്താ, കോസിന്റെ വാല്യൂ എന്താ, കോട്ടിന്റെ വാല്യൂ എന്താ, ടാനിന്റെ വാല്യൂ എന്താ, അങ്ങനെ ഇതൊക്കെ പറയുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ ആദ്യത്തെ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 90 വരെ. അതായത് ഇവിടെ നമുക്ക് നോക്കാം, എന്താ ഇതൊരു 30 ഡിഗ്രി ആയിരിക്കും, ഇത് 30 ഡിഗ്രി ആയിരിക്കും, ഇതെന്ന് പറഞ്ഞാൽ ഒരു 60 ഡിഗ്രി ആയിരിക്കും, പിന്നെന്താ ഇതെന്ന് പറഞ്ഞാൽ ഒരു 90 ഡിഗ്രി ആണ്, പിന്നെന്താ ഇങ്ങോട്ട് 120 ഡിഗ്രി ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇത് 4 ക്വാഡ്രന്റ് ആണ്. ഇതിൽ ഓരോ ക്വാഡ്രന്റിലും നമ്മൾ ഡിഗ്രി ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിലെ ഓരോ ക്വാഡ്രന്റിലും സൈനിന്റെ വാല്യൂ എന്താണ്, കോസിന്റെ വാല്യൂ എന്താ, അതൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തേൽ ഞാൻ ഇവിടെ എ എന്ന് റെപ്രസെന്റ് ചെയ്താൽ ആദ്യം 0 മുതൽ 90 വരെയുള്ള വാല്യൂവിൽ 0 മുതൽ 90 വരെയുള്ള ഡിഗ്രീസിൽ എല്ലാ വാല്യൂസും എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഓൾറെഡി ഇവിടെ നോക്കി, ഇവിടെ എന്താണ് 0 മുതൽ 90 വരെയുള്ള വാല്യൂസ്. ഇവിടെ എല്ലാ ഫംഗ്ഷനും സൈനിന്റെ എല്ലാ ഫംഗ്ഷനും പോസിറ്റീവ് ആണ്, കോസിന്റെ എല്ലാ ഫംഗ്ഷനും പോസിറ്റീവ് ആണ്. ഇനിയോ ടാനിന്റെ എല്ലാ ഡിഗ്രീസും പോസിറ്റീവ് ആണ്. അങ്ങനെ 0 മുതൽ 90 വരെയുള്ള വാല്യൂസിൽ എല്ലാ ഡിഗ്രീസും, ഓരോ ഫംഗ്ഷന്റെ എല്ലാ ഡിഗ്രീസും പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ? ഇനി 90 മുതൽ 180 വരെയുള്ള ഡിഗ്രീസിൽ സൈനും അതുപോലെ സൈനിന്റെ കോഫംഗ്ഷനുമായ സൈനിന്റെ കൊസീക്കും. ഓക്കെ, സൈനിന്റെ ഇൻവേഴ്സ് എന്താ, കൊസീക്കൽ. സൈനിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ കൊസീക്കാണ്. അതായത് കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കൊസീക്ക് ഈക്വൽ ടു 1/sin. ഈ രണ്ട് ഫംഗ്ഷനും സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ ക്വാഡ്രന്റിൽ എല്ലാ ഫംഗ്ഷനും പോസിറ്റീവ് ആണ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസൈനും, തേർഡ് ക്വാഡ്രന്റിലാവുമ്പോൾ ടാനും കോട്ടും. ഓക്കെ, ടാനും കോട്ടും. ഇനി ഫോർത്ത് ആകുമ്പോൾ കോസും സീക്കും. ഇത് മാത്രമായിരിക്കും പോസിറ്റീവ്. ക്ലിയർ? ബാക്കി എല്ലാ വാല്യൂസും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഞാനിവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നമ്മൾ സൈൻ, ഞാൻ എക്സാമ്പിൾ കാണിക്കാം. sin 30 എന്ന വാല്യൂ നമ്മൾ എടുക്കുന്നു. sin 30 എവിടെ വരിക? sin 30 ഇവിടെ വരിക. ഓക്കെ, ഇതാണ് sin 30. ഇതിന്റെ വാല്യൂ നമുക്കറിയാലോ, എന്താണ് 1/2. ക്ലിയർ? sin 30 എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ വേറൊരു ഫംഗ്ഷൻ എടുക്കുന്നു, എന്താ ഡിഗ്രി എടുക്കുന്നു, sin 150 എന്ന് എടുക്കുന്നു. sin 150 എന്ന വാല്യൂ എടുക്കുന്നു. അപ്പൊ എന്താ sin 150 ഇങ്ങനെ ആയിരിക്കില്ലേ? ഇതായിരിക്കും 150. അതായത് ഇവിടുന്ന് 30 ആയിരിക്കും, ഇവിടുന്ന് 150 ആയിരിക്കും. ഇതാണ് sin 150. അപ്പൊ ഈ sin 150ന്റെ വാല്യൂ എന്തായിരിക്കും? അതും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഓക്കെ, അത് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനിന്റെ എല്ലാ വാല്യൂസും, അതായത് sin 90 കഴിഞ്ഞിട്ട് 180 വരെയുള്ള എല്ലാ വാല്യൂസും സൈനിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സൈനിന്റെ ഡിഗ്രീസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ sin 150 എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ? ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. അതായത് ഇവിടെ 360 ഉണ്ട്, ഇവിടെ 180 ഉണ്ട്. അപ്പൊ ഈ 180 നമ്മൾ, അതായത് 180 മൈനസ് sin 180 മൈനസ് 30 ചെയ്താൽ എന്താണത്? sin 30 തന്നെയാണ്. sin 180 മൈനസ് 30 ചെയ്താൽ, അതായത് sin 2π, സോറി പൈ, അതായത് 180 എന്ന് പറഞ്ഞാൽ sin 180 നമ്മളൊരു തീറ്റ മൈനസ് ചെയ്താൽ എന്താണ്? sin തീറ്റ ആയിരിക്കും. ഇനി sin 180ന്റെ കൂടെ ഒരു പ്ലസ് തീറ്റ ചെയ്താൽ മൈനസ് sin തീറ്റ ആയിരിക്കും. കാരണം എന്താ, ഇവിടുന്ന് ഒരു തീറ്റ പ്ലസ് ചെയ്താൽ ഈ ക്വാർട്ടറിലായിരിക്കും. ഇവിടെ സൈനിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? സൈൻ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സൈൻ 210 എന്ന് വിചാരിക്കാം. ഇത് 210 ആംഗിൾ. അതായത് ഇവിടുന്ന് നമ്മൾ എത്രയാ, ഇവിടുന്ന് എത്ര മെഷർ ചെയ്യുന്നു? ഇവിടുന്ന് നമ്മൾ 30 മെഷർ ചെയ്യുന്നു. അപ്പോൾ സൈൻ 210 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 180 പ്ലസ് എത്രയാണ്? 30 ആണ്. ഇതെന്ന് പറയുന്നത് മൈനസ് സൈൻ 30 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? -1/2 ആണ്. മനസ്സിലായോ? അതായത് സൈൻ, അതായത് നമ്മൾ ക്വാഡ്രന്റ് നോക്കാം. 110 എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി 210 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 210 എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിലാണ്. ക്ലിയർ? തേർഡ് ക്വാഡ്രന്റിൽ സൈനിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്.
ഇനി സെക്കൻഡ് ക്വാർട്ടറിൽ ഞാനിവിടെ 150 എന്ന് എടുത്തു, അത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. അവിടെ സൈനിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു എന്താ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ 180 സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാർട്ടറിൽ വരുമല്ലോ, വരും. അപ്പൊ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, സൈൻ പോസിറ്റീവ് ആയിരിക്കും. ഇനി 180 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ 180 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് സൈൻ മൈനസ് സൈൻ തീറ്റ ആയിരിക്കും. രണ്ടാം തേർഡ് ക്വാർട്ടറിൽ സൈൻ മൈനസ് ആണ്. ക്ലിയർ? ഇനി ഇതുപോലെ നമുക്ക് കോസ് നോക്കാം. കോസ് വേണമെങ്കിൽ നമുക്ക് 60 നോക്കാം. കോസ് 60 എന്താണ്? കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് 120 എന്താണ്? ഞാൻ പറഞ്ഞു 180 ഇങ്ങോട്ട് എത്രയാണ്? 60. 180 മൈനസ് 60 ആണ് 120. ഇത് 120 ആണ്. സോ കോസ് 120 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെക്കൻഡ് ക്വാർട്ടറിൽ കോസിന്റെ ഫംഗ്ഷൻ എന്താണ്? നെഗറ്റീവ് ആണ്. കോസ് നെഗറ്റീവ് ആണ്. സോ ഇത് 1/2 ആണ്, മൈനസ് 1/2 ആണ്. ക്ലിയർ അല്ലേ? സെക്കൻഡ് ക്വാർട്ടറിൽ കോസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ 90 മുതൽ 180 വരെയുള്ള എല്ലാ വാല്യൂസും കോസിൻ്റെത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനിയോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആണെങ്കിലോ കോസ് 240 നമ്മൾ നോക്കിയാലോ? കോസ് 240 നോക്കിയാൽ കോസ് 240 ഇത് കോസ് 240 ആണ്. കോസ് 240 നോക്കിയാലും എന്താണ്? നെഗറ്റീവ് ആണ്. കോസ് 240 നോക്കിയാലും നെഗറ്റീവ് ആണ്. നെഗറ്റീവ് 1/2 ആണ്. ക്ലിയർ? ഇനിയോ ഇനി നമ്മൾ കോസ് 300 നോക്കുന്നു. ഓക്കെ, കോസ് 300 നോക്കിയാൽ കോസ് 300 എന്ന് നോക്കിയാൽ അത് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ഫോർത്ത് ക്വാർട്ടറിൽ കോസ് പോസിറ്റീവ് ആണ്. സോ ഇത് പോസിറ്റീവ് 1/2 ആയിരിക്കും. ക്ലിയർ? ഓക്കെ, പക്ക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇവിടെ എന്താ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ, ഷോർട്ട് കട്ട് അല്ല, ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം. അതായത് ആദ്യത്തേല് ഓൾ, രണ്ടാമത്തേല് എസ് സൈൻ മാത്രം, മൂന്നാമത്തേല് ടാന്. അതായത് സൈൻ എന്ന് പറഞ്ഞാൽ സൈനും കൊസീക്കും, മൂന്നാമത്തേല് ടാനും കോട്ടും, നാലാമത്തേല് കോസും സീക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം ഓൾ ആഫ്റ്റർ സ്കൂൾ ടു കോളേജ്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിയാൽ എന്താ? ഫസ്റ്റ് ഓൾ, എല്ലാം ഫസ്റ്റത്തത് ഓൾ ആണ്, എല്ലാം പോസിറ്റീവ്. സെക്കൻഡ് എസ് സൈൻ മാത്രം, സൈനും കൊസീക്കും. തേർഡ് ടാൻ മാത്രം. ഫോർത്തിൽ എന്താണ്? കോസും സീക്കും മാത്രം പോസിറ്റീവ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അറിയാം എന്താണ് സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ ആണ് പോസിറ്റീവ്, തേർഡ് ക്വാർട്ടറിൽ ടാൻ ആണ് പോസിറ്റീവ്, ഫോർത്തിൽ കോസ് ആണ് പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി നമ്മൾ ഒരു 3 ഐഡന്റിറ്റി പഠിക്കാനുണ്ട്. എന്താണ്? നമ്മൾ ഓൾറെഡി നേരത്തെ പഠിക്കുന്നതാണ്. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1 ഫസ്റ്റത്തെ, സീക്ക് സ്ക്വയർ പ്ലസ് അതായത് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഈ 3 കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് ഈ കാര്യങ്ങൾ അറിയാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്ന് അറിയാലോ. അതുപോലെ നമ്മൾ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണെന്ന് പഠിക്കണം. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ അതും 1 ആണെന്ന് പഠിക്കാം. ക്ലിയർ? അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇനി കുറച്ച് ഫോർമുലാസ് നമ്മൾ പഠിച്ചു വെക്കാം. ഇത് നിങ്ങൾ ക്ലാസ് പഠിച്ചായിരിക്കും, ജസ്റ്റ് ഓർത്തിരിക്കാം. അതായത് സൈൻ എ പ്ലസ് ബി എന്താണ്, സൈൻ എ മൈനസ് ബി എന്താണ്, അത് കോസ് എ പ്ലസ് ബി എന്താണ്, ഇതൊക്കെ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ കാര്യങ്ങളും പഠിച്ചു വെക്കാം. സൈൻ എ പ്ലസ് സൈൻ ബി അല്ലെങ്കിൽ സൈൻ സി പ്ലസ് സൈൻ ഡി അങ്ങനെ വന്നാൽ, അതായത് ഇപ്പം എന്താ സൈൻ 30 പ്ലസ് സൈൻ 60 ഇങ്ങനെ വന്നാൽ നമ്മളിതാ ഇതുപോലത്തെ ഫോർമുല വെച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതും പഠിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തത് സൈൻ 2a എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കോസ് 2a എന്ന് പറഞ്ഞാൽ ഇതാണ്. കോസ് 2a 2 ഇക്വേഷൻ ഉണ്ട്, ഇതൊക്കെ പഠിച്ചു നോക്കുക. ടാൻ 2a ഇതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫോർമുലാസ് ഒക്കെ നിങ്ങൾ പഠിക്കണം. എന്തൊക്കെയാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്? ആദ്യം നമുക്ക് ഇതറിയാം, സൈൻ എന്താണ്, കോസ് എന്താണ്, പിന്നെ ടാൻ എന്താണെന്ന് അറിയാം. അതിൻ്റെ റെസിപ്രോക്കലും നമുക്കറിയാം. സൈനിൻ്റെ കൊസീക്കാണ്, കോസിൻ്റെ സീക്കാണ്, ടാനിൻ്റെ കോട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ ടേബിൾ പഠിച്ചു വെക്കുക. പിന്നെ ഈ ക്വാഡ്രന്റിൻ്റെ കാര്യം, ഓൾ ആഫ്റ്റർ സ്കൂൾ ടു കോളേജ്. അത് കഴിഞ്ഞാൽ ഈ 3 ഐഡന്റിറ്റി മസ്റ്റാണ് പഠിച്ചു വെക്കുക. പിന്നെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെക്കുക.
ഇത്രയും പഠിച്ചാൽ നമുക്ക് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ? അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടത്, സൈൻ തീറ്റ എന്ന് പറയുന്നതും കോസ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അതായത് സൈൻ 30 ഈക്വൽ ടു കോസ് 60 ആണ് അല്ലേ? നമ്മൾ നോക്കിയാൽ സൈൻ 30 ഈക്വൽ ടു കോസ് 60 ആണ്. ക്ലിയർ? അല്ലെങ്കിൽ സൈൻ 60 എന്ന് പറയുന്നതും കോസ് 90 മൈനസ് 60 എന്ന് പറയുന്നതും, അതായത് കോസ് 30 എന്ന് പറയുന്നത് സെയിം ആണ്. ഇവിടെ നോക്കിയാൽ ഇതും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതാണ് സൈൻ തീറ്റ ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ പഠിച്ചത്. അതുപോലെ കൊസീക് തീറ്റ ഈക്വൽ ടു എന്താണ്? സീക് തീറ്റ 90 മൈനസ് തീറ്റ. അതുപോലെ ടാൻ തീറ്റ ഈക്വൽ ടു കോട്ട് 90 മൈനസ് തീറ്റ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സീക്ക് എ ഇൻറ്റു 1 മൈനസ് കോസ് എ ഇൻറ്റു കൊസീക്ക് എ പ്ലസ് കോട്ട് എ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് അറിയുന്ന ഫോമിലേക്കൊക്കെ ഇതിനെ മാറ്റാം. അതായത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ, അതായത് കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin ആണ്. കോട്ട് എന്ന് പറഞ്ഞാൽ 1/tan ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കോട്ടിനെ, ടാനെ നമ്മൾ എന്ത് എഴുതി? നേരത്തെ sin/cos എന്ന് എഴുതി. കോട്ടിനെ നമുക്ക് cos/sin എന്ന് എഴുതാം. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, സീക്ക് എ ഇൻറ്റു 1 മൈനസ് കോസ് എ 1/കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈൻ എ ആണ്, 1/sin a ആണ്. പ്ലസ് കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് a/sin a ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനിയോ, ഇനി നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം, ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ ആഡ് ചെയ്യാം. ഇത് സീക്ക് എ 1 മൈനസ് കോസ് എ, അതുപോലെ എഴുതാം. ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ നമുക്ക് ഡയറക്റ്റായി ആഡ് ചെയ്യാം. എന്ത് ചെയ്യാം? എന്ത് കിട്ടും? 1 പ്ലസ് കോസ് എ ഡിവൈഡ് ബൈ സൈൻ എ. ഓക്കെ, രണ്ട് ഡിനോമിനേറ്റർ സെയിം ആയ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യാൻ അറിയാമല്ലോ, അതാണ് നമ്മളിവിടെ ചെയ്തത്. അടുത്തത് ഇപ്പം എന്ത് കിട്ടും നമുക്ക്? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ സീക്ക് എ നമുക്ക് എങ്ങനെ എഴുതാം? 1/cos എന്ന് എഴുതാം. ഇവിടെ ഉള്ള വാല്യൂ, അതായത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താണ്? a² മൈനസ് b² ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതാ ഇവിടെ എ മൈനസ് ബി വന്നു, ഇവിടെ എ പ്ലസ് ബി വന്നു. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? 1 മൈനസ്, അതായത് a² എന്ന് പറയുന്ന 1² മൈനസ് cos² എന്ന് എഴുതാം. ഡിവൈഡ് ബൈ ഇവിടെ ഒരു സൈനും കൂടെ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇനി നമ്മൾ ഒരു ഐഡന്റിറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ്? sin² തീറ്റ പ്ലസ് cos² തീറ്റ ഈക്വൽ ടു 1. sin² തീറ്റ പ്ലസ് cos² തീറ്റ ഈക്വൽ ടു 1. ഇവിടെ എന്താണ്? sin² തീറ്റ ഈക്വൽ ടു 1 മൈനസ് cos² തീറ്റ എന്ന് നമുക്ക് ചെയ്യാമല്ലോ, ചെയ്യാം. സോ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 1/, അതായത് ന്യൂമറേറ്ററിൽ ബാക്കി എന്താണ്? 1/cos ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ന്യൂമറേറ്ററിൽ 1 മൈനസ് cos² തീറ്റ എന്ന് വരും. സോറി, 1 മൈനസ് cos² തീറ്റനാണ് നമ്മൾ മാറ്റിയിട്ട് sin² തീറ്റ എന്ന് എഴുതാം. ഡിവൈഡ് ബൈ സൈൻ എന്ന് എഴുതും, സൈൻ തീറ്റ എന്ന് എഴുതാം. സോ sin² തീറ്റയും സൈനും ക്യാൻസലായി. ന്യൂമറേറ്ററിൽ സൈൻ തീറ്റ വന്നു, ഡിനോമിനേറ്ററിൽ കോസ് തീറ്റ വന്നു. സോ എന്ത് കിട്ടും? നമുക്ക് ടാൻ തീറ്റ എന്ന ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? സോറി, ഇവിടെ എന്താണ്? ടാൻ എ ആണ്, ടാൻ എ ആണ്. സോ ഇവിടെയൊക്കെ എ ആണ്, തീറ്റ അല്ല, എ ആണ്. ടാൻ എ ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കിതാ ഇതിനെങ്ങനെ മാറ്റി എഴുതാമെന്ന് നമ്മൾ ചിന്തിക്കണം. ക്ലിയർ? അതായത് ഈ കൊസീക്കിനെ ഞാൻ മാറ്റി എഴുതിയിട്ട് എന്താ 1/sin എന്ന് എഴുതി, കോട്ടിനെ നമ്മൾ മാറ്റി എഴുതി, അപ്പോൾ നമുക്കറിയാം ഡിനോമിനേറ്ററിൽ നമുക്ക് സെയിം വാല്യൂ വന്നു, എന്താ? സൈനും വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 പ്ലസ് cos a ഡിവൈഡ് ബൈ sin എന്ന് കിട്ടി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇതാ ഇവിടെയും സെയിം വാല്യൂ വന്നു. അപ്പോൾ നമുക്കതിനെ ആഡ് ചെയ്യാം. അതായത് a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ചെയ്താൽ a² മൈനസ് b² എന്ന് വരും. അപ്പോൾ അത് ഞാൻ ചെയ്ത് നോക്കുമ്പോൾ ഇതാ ഇങ്ങനെ വന്നു. ക്ലിയർ? ഇനി എന്താ? എനിക്ക് ന്യൂമറേറ്ററിനെ എനിക്കറിയാം,
1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ ആണ്. സോ സൈൻ സ്ക്വയർ എ എന്ന് കിട്ടി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടാൻ ആണ് കിട്ടുക. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഒരു കൊസീക്ക് എന്ന് കിട്ടിയാലോ കോട്ടെന്ന് കിട്ടിയാലോ നമ്മൾ ചിന്തിക്കണം എന്താണ് ഇത്, ഈ വാല്യൂ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. കൊസീക്ക് എന്ന് കിട്ടിയാൽ നമുക്കറിയാം 1/sin ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ പ്ലസ് 1/tan തീറ്റ ഇതിൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ടാൻ തീറ്റ ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താ കൊസീക്ക് ഉണ്ട്, സീക്ക് ഉണ്ട്, സൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ടാൻ തീറ്റ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം sin/cos ആണ്. സോ ഞാൻ ഇതിനെ sin θ/ cos θ എന്ന് എഴുതി ഫസ്റ്റ് വാല്യൂ പ്ലസ് 1/tan തീറ്റ എന്താണ് cot തീറ്റ ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? cos θ/ sin θ എന്ന് എഴുതാം. ക്ലിയർ? ഇനിയോ ഇനി എന്താ ഇത് ആഡ് ചെയ്താൽ മതി. ഇത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം cos θ ഇൻറ്റു sin θ. ക്ലിയർ? ഇനി എന്താണ് ന്യൂമറേറ്ററിൽ എന്ത് കിട്ടും? ഞാൻ നേരത്തെ പറഞ്ഞ ഐഡന്റിറ്റി sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. സോ 1/cos θ sin θ എന്ന് കിട്ടും. ക്ലിയർ? 1/cos θ, അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം 1/cos θ ഇൻറ്റു 1/sin θ എന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ 1/cos θ എന്താണ്? sec θ. 1/sin θ എന്താണ്? cosec θ. ആൻസർ ആയോ? ഈ ആൻസർ എവിടെയെങ്കിലും ഉണ്ടോ? അതായത് sec θ ഇൻറ്റു cosec θ അല്ലെങ്കിൽ cosec θ ഇൻറ്റു sec θ. എവിടെയാണ് ആൻസർ? cosec θ ഇൻറ്റു sec θ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇഫ് √3 tan 2θ minus 3 equal to 0 then find the value of tan θ sec θ minus sec θ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ നമുക്ക് തന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ √3 tan 2θ minus 3 equal to 0 എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? √3 tan 2θ equal to 3 എന്ന് എഴുതാം. ഇവിടുന്ന് tan 2θ equal to 3/√3 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം √3 ഇൻറ്റു √3 ദാറ്റ് ഈസ് ഈക്വൽ ടു √3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 3. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം √3 ഇൻറ്റു √3 ആണ്. ഇപ്പോൾ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? √2 ഇൻറ്റു √2 ആണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാമല്ലോ. കട്ട് ചെയ്യുമ്പോൾ എന്താ ന്യൂമറേറ്റർ എന്താ? √3 ഇൻറ്റു √3 ആണ്, ഡിനോമിനേറ്ററിൽ √3 ആണ്. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ √3 എന്ന് കിട്ടും. അപ്പോൾ tan 2θ ഈക്വൽ ടു √3. ടാനിന് എപ്പോഴാണ് √3 എന്ന വാല്യൂ വരുന്നത്? ടാനിന് എപ്പോഴാണ് √3 എന്ന വാല്യൂ വരുന്നത്? നമ്മൾ നേരത്തെ ചെയ്തില്ലേ? അത് നോക്കിയാൽ ടാനിന് √3 എന്ന വാല്യൂ വരുന്നത് എപ്പോഴാണ്? ടാനിന് √3 എന്ന വാല്യൂ വരുന്നത് tan 60 ആകുമ്പോഴാണ് √3 എന്ന വാല്യൂ വരുന്നത്. ഓക്കെ, tan 60. സോ നമുക്കിവിടെ എന്ത് ചെയ്യാം? tan 60ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ? അതായത് ഇത് ഈക്വൽ ടു tan 60 എന്ന് പറയാം. അപ്പോൾ tan 2θ ഈക്വൽ ടു 60 കിട്ടി. അപ്പോൾ tan θ എന്തായിരിക്കും? tan 2θ ഈക്വൽ ടു 60 എന്ന് കിട്ടി. അപ്പോൾ 2θ ഈക്വൽ ടു 60 ആണ്. ഇനിയോ θ ഈക്വൽ ടു 30 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത് നോക്കിയാൽ ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യുന്നത് എന്താ? ഇനി നമുക്ക് സിമ്പിളാണ്, ഇതിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്താൽ മതി. അതായത് tan 30 ഇൻറ്റു sec 30 മൈനസ് sin 30. ഇത്രയും വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്താൽ ആൻസറായി. എന്താണ് tan 30? എന്താണ്? 1/√3 ഇൻറ്റു ഞാൻ നേരത്തെ പറഞ്ഞ ടേബിൾ പഠിക്കണം, എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റും. sec 30 എന്താണ്? 2/√3 മൈനസ് sin 30 എന്താണ്? 1/2. ക്ലിയർ? ഡിനോമിനേറ്ററിൽ √3 അപ്പോൾ 3 വരും, 2/3 വരും, മൈനസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 എന്ന് വരും. ആൻസർ എന്താണ്? 1/6 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇഫ് tan θ ഈക്വൽ ടു 4 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ tan θ എന്ന് പറയുന്നത് 4 എന്ന വാല്യൂ തന്നു. സോ നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ മാറ്റി എഴുതാം? ഞാനിവിടെ tan θ ആണ് 4 എന്ന് തന്നത്. ഓക്കെ, tan θ എന്ന് പറയുന്നത്
സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെന്ന് എനിക്കറിയാം. സോ ഇതിനെ ഞാനൊരു കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡിനോമിനേറ്ററിലും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. കാരണം എന്താ, ഇത് കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സൈൻ തീറ്റ ആവും, ഇത് കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ 1 ആവും, ഇവിടെ സൈൻ ആവും 1 ആവും. സോ ഞാൻ ന്യൂമിനേറ്ററും ഡിനോമിനേറ്ററും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ആദ്യത്തെ വാല്യൂവിനെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് വാല്യൂവിനെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതായത് 4 കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ വരും, പ്ലസ് 2 സൈൻ തീറ്റ ഡിവൈഡ് ബൈ സൈൻ കോസ് തീറ്റ വരും, ഡിവൈഡ് ബൈ 2 സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ വരും, മൈനസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വരും. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 4, അതായത് ഇതും കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആവും. 4 പ്ലസ് 2 ടാൻ തീറ്റ ഡിവൈഡ് ബൈ 2 ടാൻ തീറ്റ മൈനസ് 1 എന്ന് കിട്ടും. ക്ലിയർ? ഇനി എന്താണ്, നമുക്ക് ടാൻ തീറ്റൻ്റെ വാല്യൂ തന്നു, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 പ്ലസ് 2 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 മൈനസ് 1. ഓക്കെ, 4 പ്ലസ് 8 12 ബൈ 7 എന്ന് കിട്ടും. എവിടെയാണ് നമുക്ക് ആൻസർ? 12 ബൈ 7, ഓപ്ഷൻ എ ആണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇഫ് സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ബൈ സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഈക്വൽ ടു 5/3, അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റേൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഇതിനെ എങ്ങനെയോ സിംപ്ലിഫൈ ചെയ്താൽ സൈൻ തീറ്റ എന്ന് വാല്യൂ കിട്ടും. അതെന്താണെന്ന് നമുക്ക്, അതായത് ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? ഇത് ഇങ്ങോട്ട് പോവും, ഇതിങ്ങോട്ട് വരും. സോ 3 ഇൻറ്റു സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഈക്വൽ ടു 5 ഇൻറ്റു സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 3 സീക് തീറ്റ പ്ലസ് 3 ടാൻ തീറ്റ ഈക്വൽ ടു 5 സീക് തീറ്റ മൈനസ് 5 ടാൻ തീറ്റ എന്ന് കിട്ടും. സോ ഇനി എന്താണ്, സീക്കും ടാനും നമുക്ക് ഓരോ സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ സീക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് കിട്ടും? 8 ടാൻ തീറ്റ ഈക്വൽ ടു 2 സീക് തീറ്റ എന്ന് കിട്ടും. ക്ലിയർ? ഇനി ടാൻ തീറ്റ നമുക്ക് എന്ത് എഴുതാം? 8 ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. കാരണം എന്താ, നമുക്കിവിടെ സൈൻ തീറ്റേൻ്റെ വാല്യൂ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈനിൻ്റെ ടേം കൊണ്ടിരണം. ഇനി സീക് തീറ്റ എന്ന് പറയുന്നത് 2 ഇൻറ്റു 1 ബൈ കോസ് തീറ്റയാണ്. ക്ലിയർ? ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്താ, ഈ കോസ് തീറ്റയും ക്യാൻസൽ ചെയ്യാം. ഇനി എന്താ, സൈൻ തീറ്റ ഈക്വൽ ടു 2/8 ഈക്വൽ ടു 1/4. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ? അപ്പോൾ ഇവിടെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കാര്യം പഠിച്ചു, എന്താണ്? കോസ് സി പ്ലസ് കോസ് ഡി. നമ്മൾ ആദ്യം പഠിച്ചില്ല, കോസ് സി പ്ലസ് കോസ് ഡി എന്താണ്? അതായത് കോസ് സി പ്ലസ് കോസ് ഡി എന്നത് എന്താണ്? 2 കോസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് കോസ് സി പ്ലസ് കോസ് ഡി, അതുപോലെ സൈൻ സി പ്ലസ് സൈൻ ഡി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെയാണ്? കോസ് സി പ്ലസ് കോസ് ഡി എന്താണ്? 2 കോസ് സി പ്ലസ് ഡി ബൈ 2 അതുപോലെ ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഇതാണ് കോസിൻ്റെ എക്സ്പ്രഷൻ. ഇനിയോ ഡിനോമിനേറ്ററിൽ എന്താ? ന്യൂമിനേറ്ററിൽ നമുക്ക് കോസ് സി പ്ലസ് കോസ് ഡി ആണുള്ളത്. ഇനി ഡിനോമിനേറ്ററിലോ സൈൻ സി മൈനസ് സൈൻ ഡി. ഓക്കെ, അപ്പോൾ സൈൻ സി മൈനസ് സൈൻ ഡി. ഇതെന്താണ്? സൈൻ വന്നാൽ കോസും സൈനും വരും. ഓക്കെ, കോസ് വന്നാൽ രണ്ടും കോസ് ആയിരിക്കും, അതായത് ഇവിടെയും കോസ് ഇവിടെയും കോസ്. ഇനി സൈൻ വന്നാൽ എന്താ? 2 സൈൻ സി മൈനസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി പ്ലസ് ഡി ബൈ 2. ഓക്കെ, ഇതാണ് രണ്ട് എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്കിതിനെ സോൾവ് ചെയ്യാം. അതായത് ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് കിട്ടും? കോസ് സി പ്ലസ് ടി, ആ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും? 2 കോസ് 3x പ്ലസ് എക്സ് ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി, അതായത് 3x മൈനസ് എക്സ് ബൈ 2. ഇനി ഡിനോമിനേറ്ററിൽ എന്താണ്? ഡിനോമിനേറ്ററിൽ 2 സൈൻ 3x മൈനസ് എക്സ് ബൈ 2
ഇൻറ്റു കോസ് 3x പ്ലസ് x/2. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുക. ഇനിയോ അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? ഇത് സിംപ്ലിഫൈ ചെയ്താൽ 2 cos 4x, ഇത് 4x/2, 4x/2 2x കിട്ടും, ഇൻറ്റു cos 2x/2, ദാറ്റ് ഈസ് എന്താ cos x എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ 2 sin x, അതുപോലെ cos ഇൻറ്റു cos 2x. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടും. ഇനിയോ ന്യൂമറേറ്ററിൽ cos 2x, ഡിനോമിനേറ്ററിൽ cos 2x. സോ അത് രണ്ടും ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത്? ബാക്കി പിന്നെ ഈ 2 ഉം 2 ഉം ക്യാൻസലായി. cos x ബൈ sin x, cos x ബൈ sin x എന്താണ്? cot x. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണം. ക്ലിയർ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിനാണ് സിംപ്ലിഫൈ ദ ഫോളോയിങ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, cos 2 തീറ്റ എന്ന് പറയുന്നത് എന്താണ്? cos 2 തീറ്റ എന്ന് പറയുന്നത് 2 cos സ്ക്വയർ തീറ്റ മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് cos സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് cos 2 തീറ്റ ആണ്. ക്ലിയർ? അപ്പോൾ ഇത് നമുക്ക് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ എക്സ്പ്രഷനെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെയാണ്? √2 പ്ലസ്, ഇനി ഒരു റൂട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള 2നെ രണ്ട് 2 പ്ലസ് 2 cos 4 തീറ്റ ആണ്. അപ്പോൾ ഇത് നമുക്ക് 2നെ വെളിയിലേക്ക് എടുക്കാം. സോ 2 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ബ്രാക്കറ്റിനകത്ത് എന്താണ്? 1 പ്ലസ് cos 4 തീറ്റ ആണ് ഉള്ളത്. ഓക്കെ, 1 പ്ലസ് cos 4 തീറ്റ. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞു, 1 പ്ലസ് cos 2 തീറ്റ, അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് cos സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഈ 2 തീറ്റയുടെ പ്ലേസിൽ നമ്മൾ 4 തീറ്റ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 2 cos സ്ക്വയർ 2 തീറ്റ എന്ന് മാറ്റി എഴുതാം. 2 തീറ്റ വരുമ്പോൾ തീറ്റയാണ്, 4 തീറ്റ വരുമ്പോൾ 2 തീറ്റയാണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? √2 പ്ലസ് √2 ഇൻറ്റു 2 cos സ്ക്വയർ 2 തീറ്റ എന്ന് മാറ്റി എഴുതാം. അത് ക്ലിയർ അല്ലേ? ആണ്. ഇനി നമ്മൾ √2 പ്ലസ് √4 cos സ്ക്വയർ 2 തീറ്റ എന്ന് മാറ്റി എഴുതാം. ഇനിയോ റൂട്ടിനകത്ത് 4 cos സ്ക്വയർ 2 തീറ്റ ആണ്. അപ്പോൾ അത് വെളിയിൽ വരുമ്പോൾ, അതായത് റൂട്ട് നമ്മൾ മാറ്റുമ്പോൾ എന്താ? 2 പ്ലസ് 2 cos 2 തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി ഇത് നമുക്ക് രണ്ടെന്നും 2നെ കോമൺ ആയിട്ട് എടുക്കാം. 2 കോമൺ ആയിട്ട് എടുക്കുന്നു. 1 പ്ലസ് cos 2 തീറ്റ എന്ന് വരുന്നു. ഈ 1 പ്ലസ് cos 2 തീറ്റ എന്താണ്? അത് ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു. എന്താണ്? 2 cos സ്ക്വയർ തീറ്റ ആണ്. സോ ആ വാല്യൂ നമ്മൾ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇതിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 2 cos സ്ക്വയർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? √2 ഇൻറ്റു 2 cos സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താണ്? √4 cos സ്ക്വയർ തീറ്റ, ഇത് വെളിയിലെടുക്കുമ്പോൾ 2 cos തീറ്റ എന്ന് കിട്ടും. ഓക്കെ, 2 cos തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താ? cos 2 തീറ്റ ഈക്വൽ ടു 2 cos സ്ക്വയർ തീറ്റ മൈനസ് 1. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/√2ൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? അതായത് സൈൻ ഇൻവേഴ്സ് 1/√2 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ നേരത്തെ ആദ്യത്തെ ഒരു ടേബിൾ ഞാൻ പറഞ്ഞല്ലോ. എന്താണ്? സൈൻ 45ൻ്റെ വാല്യൂ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ? അതായത് സൈൻ 60, സൈൻ 30, സൈൻ 45. അതിൽ നമുക്ക് സൈൻ 45 എന്ന് നോക്കിയാൽ സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. ഓക്കെ, സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സൈൻ ഇൻവേഴ്സ് 1/√2വിനെ സൈൻ ഇൻവേഴ്സ് ഈ 1/√2വിനെ ഞാൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സൈൻ 45. ഓക്കെ, അതായത് 1/√2 പകരം എനിക്ക് സൈൻ 45 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് സൈൻ 45. അപ്പോൾ ഇങ്ങനെ വന്നാൽ
ഈ രണ്ട് സൈനും ക്യാൻസൽ ആക്കിയിട്ട് ആൻസർ എന്താ 45 എന്ന് കിട്ടും. ഓക്കെ, സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറയുന്നത് 45 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ 45 ഡിഗ്രിയാണ് നമുക്ക് ആൻസറായി കിട്ടുക. ക്ലിയർ? അതായത് ഈ സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനിൻ്റെ വാല്യൂ, അതായത് സൈൻ 45 ആണ് 1/2, സൈൻ 45 ആണ് 1/√2. അപ്പോൾ ഇതിനെ റിവേഴ്സ് ചെയ്യുന്നതാണ് സൈൻ ഇൻവേഴ്സ്. അതായത് സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറയുന്നത് അപ്പോൾ 45 എന്ന് കിട്ടും. സോ ഇത്തരം നമുക്ക് സിമ്പിളായി കണ്ടുപിടിക്കാം. ഇനി പക്ഷേ ഇവിടെ ഓപ്ഷനിൽ നോക്കിയാൽ ഓപ്ഷനിൽ എന്താ π0 π/2 അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ എന്താ റേഡിയനിൽ ഡിഗ്രിയിൽ, അതായത് ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഡിഗ്രി എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്, അതിലെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പൈ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ π/2 എന്താണ്? π/2 എന്ന് പറയുന്നത് 180/2 90 ആണ്. സോ π/4 എന്ന് പറയുന്നത് എന്താണ്? 45 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുക. ഇനി π/3 എന്ന് പറയുന്നത് എന്താണ്? 60 ആണ്, അതായത് 180/3. ഇനി π/6 എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ റേഡിയനിലെ വാല്യൂസ് ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ 45 ആയതുകൊണ്ട് π/4, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് cot⁴ തീറ്റ പ്ലസ് cot² തീറ്റ ഈക്വൽ ടു 3.6 ദെൻ cosec⁴ തീറ്റ മൈനസ് cosec² തീറ്റ. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിരുന്നു, എന്താണ്? cosec² തീറ്റ മൈനസ് cot² തീറ്റ ഈക്വൽ ടു 1 എന്ന വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് cosec² തീറ്റ എന്ന് പറയുന്നത് 1 + cot² തീറ്റ ആയിരിക്കും. ഇനിയോ cosec² തീറ്റ മൈനസ് 1 എന്ന് പറയുന്നത് cot² തീറ്റ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഒരു 3 എക്സ്പ്രഷൻ പഠിക്കുന്നില്ലേ? അതായത് sin² തീറ്റ പ്ലസ് cos² തീറ്റ ഈക്വൽ ടു 1, അതുപോലെ cosec² തീറ്റ മൈനസ് cot² തീറ്റ ഈക്വൽ ടു 1, ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്നില്ലേ? അപ്പോൾ അത് പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതാം. ഇനി നമുക്കിതാ ഈ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? cot⁴, അതായത് കോട്ടിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ ഇതിന്ന് നമ്മളൊരു cot² തീറ്റനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ cot² തീറ്റനെ കോമൺ ആയിട്ട് എടുക്കുന്നു. ബാക്കി എന്താണുള്ളത്? ബാക്കി 1 + cot² തീറ്റ. ഓക്കെ, cot² തീറ്റനെ വെളിയിലെടുക്കുന്നു. അപ്പോൾ നമുക്ക് cot² തീറ്റ പ്ലസ് 1 അല്ലെങ്കിൽ 1 + cot² തീറ്റ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കിയാൽ, അതായത് cot² തീറ്റ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ് cot² തീറ്റ എന്ന് പറയുന്നത്? cosec² തീറ്റ മൈനസ് 1. അപ്പോൾ ഞാൻ എന്തിനാണ് ഇതിലേക്ക് മാറ്റുന്നത്? കാരണം നമ്മൾ കോട്ടിനെ കൊസീക്കിലേക്ക് മാറ്റണം. അപ്പോൾ അത് തമ്മിലുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അറിയുന്നത് ഇതാണ്, എക്സ്പ്രഷൻ അറിയുന്നത് ഇതാണ്. സോ ഞാനിവിടെ cot² തീറ്റനെ cosec² തീറ്റ മൈനസ് 1 എന്ന് എടുത്തു. അതുപോലെ 1 + cot² തീറ്റനെ, അതായത് സെക്കൻഡ് ഇതിനെ നമുക്ക് എന്തെടുക്കാം? cosec² തീറ്റ എന്ന് എടുക്കാം. ഓക്കെ, ഈക്വൽ ടു എത്രയാണ്? ഈക്വൽ ടു 3.6 ആണ്. ഇവിടെ ഈക്വൽ ടു 3.6 ആണ്. ക്ലിയർ? ഇനി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. ഇനി എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? അതായത് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ? cosec⁴ തീറ്റ മൈനസ് cosec² തീറ്റ ഈക്വൽ ടു 3.6 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ ആണ്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ അറിഞ്ഞു തന്നാൽ നമുക്ക് ആൻസർ ആയി. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എന്താണ്? 3.6, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് cos θ plus sin θ equal to m, sec θ plus cosec θ equal to n, then what is the value of m/n ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഫസ്റ്റത്തെ എക്സ്പ്രഷൻ എന്താ? cos θ പ്ലസ്, അതായത് നമുക്ക് ഈ എക്സ്പ്രഷൻ നോക്കാം. സെക്കൻഡ്, അതായത് sec θ പ്ലസ് cosec θ ഈക്വൽ ടു n ആണ്. അങ്ങനെയാണെങ്കിൽ sec എന്ന് പറഞ്ഞാൽ എന്താ? 1/cos. സോ 1/cos θ പ്ലസ് പിന്നെന്താ? cosec എന്ന് പറഞ്ഞാൽ 1/sin θ ഈക്വൽ ടു n ആണ്. സോ ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ sin θ പ്ലസ് cos θ ഡിവൈഡ് ബൈ എന്താ? cos θ ഇൻറ്റു sin θ ഈക്വൽ ടു n ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം നമുക്ക് മനസ്സിലായി. ഇനിയോ നമുക്ക് sin θ ഫസ്റ്റത്തെ ന്യൂമറേറ്ററിലെ വാല്യൂ എന്താണ്? ന്യൂമറേറ്ററിലെ വാല്യൂ നമുക്ക് ഓൾറെഡി m ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ന്യൂമറേറ്ററിലെ വാല്യൂ നമുക്ക് ഓൾറെഡി m ആണെന്ന് തന്നു. സോ m/, ക്ലിയർ അല്ലേ? അതായത് നമ്മൾ ന്യൂമറേറ്ററിലെ വാല്യൂ, ഇത്രയും വാല്യൂ ഓൾറെഡി m ആണെന്ന് തന്നു. സോ m/cos
കോസ് തീറ്റ സൈൻ തീറ്റ ഈക്വൽ ടു എൻ ആണ്. ക്ലിയർ? കോസ് തീറ്റ സൈൻ തീറ്റ ഈക്വൽ ടു എൻ ആണ് നമുക്ക് കിട്ടി. ഇനിയോ എം ബൈ എൻ നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ രണ്ട് സെയിം അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് 1 + tan a ഇൻറ്റു tan 1 + tan b ഈക്വൽ ടു 2 ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് tan a + b? അപ്പോൾ ഇവിടെ tan a + b വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ഈ എക്സ്പ്രഷനെ എക്സ്പാൻഡ് ചെയ്യാം, അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ 1നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 പ്ലസ് 1നെ tan b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ tan b പ്ലസ് tan a പ്ലസ് tan a ഇൻറ്റു tan b ഈക്വൽ ടു എന്ത് കിട്ടും? ഈക്വൽ ടു 2 ആണ് കിട്ടാം. ക്ലിയർ? ഇനി ഈ 1നെ നമുക്ക് അപ്പുറം കൊണ്ടുപോകാം, ബാക്കി ഈ ഇൻറ്റു ചെയ്ത വാല്യൂവിനെ അപ്പുറം കൊണ്ടുപോകാം. സോ ഇവിടെ tan a പ്ലസ് tan b ഈക്വൽ ടു എന്താ? 1നെ അപ്പുറം കൊണ്ടുപോയാൽ 1 2 മൈനസ് 1 മാത്രമായി, ബാക്കി 1 മൈനസ് tan a tan b എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ, ഇനിയോ ഈ വാല്യൂ അതായത് 1 മൈനസ് tan a tan b ക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ tan a പ്ലസ് tan b ഡിവൈഡ് ബൈ 1 മൈനസ് tan a tan b ഈക്വൽ ടു എന്താ? 1 ആണ്. അതായത് കംപ്ലീറ്റ് വാല്യൂ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ അവിടെ ബാക്കി 1 ആയിരിക്കും. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ഇവിടെ കാണുന്ന ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് എന്താണ്? tan a പ്ലസ് ബി അല്ലേ? ഇതെന്ന് പറയുന്നത് tan a പ്ലസ് ബി ആണ്. അപ്പോൾ tan a പ്ലസ് ബി ഈക്വൽ ടു 1 എന്ന വാല്യൂ നമുക്ക് കിട്ടി. ക്ലിയർ? അപ്പോൾ tan a പ്ലസ് ബി ഈക്വൽ ടു 1. സോ നമുക്ക് ഇവിടെ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? tan a പ്ലസ് ബി അല്ലേ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. tan a പ്ലസ് ബി ഈക്വൽ ടു 1. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റിനിൽ പോയാൽ ഇഫ് ആൽഫ ഈക്വൽ ടു 1/2 tan ആൽഫ ഈക്വൽ ടു 1/2 tan ബീറ്റ ഈക്വൽ ടു 1/3 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ. അവിടെ ഇപ്പോൾ നമ്മളിവിടെ ആൽഫ പ്ലസ് ബീറ്റേൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്കൊരു കാര്യം അറിയാം, tan ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? tan ആൽഫ പ്ലസ് tan ബീറ്റ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. 1 മൈനസ് tan ആൽഫ tan ബീറ്റ. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. ഇതിൻ്റെ വാല്യൂസ് എന്താണ്? tan ആൽഫ എന്ന് പറയുന്നത് 1/2 ആണ് പ്ലസ് 1/3 ഡിവൈഡ് ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/3. സോ ന്യൂമറേറ്ററിൽ 3 പ്ലസ് 2/6 ഡിവൈഡ് ബൈ 1 മൈനസ് 1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 5/6 ഡിവൈഡ് ബൈ 5/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ tan ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടി. സോ അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? tan ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1. അതായത് tan ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന ടാനിൻ്റെ വാല്യൂ ഏതാണ്? tan 45 ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക. സോ tan ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു tan 45. ക്ലിയർ? അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എത്രയായിരിക്കും? 45 ആയിരിക്കും. ആൻസർ ആയില്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ ഇക്വേഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് tan തീറ്റ ഈക്വൽ ടു 5/6 ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇതുപോലെ tan തീറ്റ എന്നൊക്കെ പറഞ്ഞ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് നമുക്കിത് ഫൈൻഡ് ചെയ്യാം. അതായത് ഇതുപോലൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഇവിടെ തീറ്റയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് tan തീറ്റ എന്താണ് സൈൻ തീറ്റ എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ tan തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈ ബേസ്. സോ ഇവിടെ tan തീറ്റ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇതിനെ എ ബി സി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ tan തീറ്റ എന്താണ്? എ ബി ബൈ ബി സി ആണ് tan തീറ്റ. അതായത് അപ്പോൾ ഇത് 5ഉം ഇത് 6ഉം ആവും. ക്ലിയർ? അങ്ങനെ ഈ രണ്ട് വാല്യൂയും കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഈ ഹൈപ്പോട്ടിനസിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഹൈപ്പോട്ടിനസ് എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ ബി എന്താണ്? എ ബി എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ പ്ലസ് ബി സി 6 സ്ക്വയർ 25 പ്ലസ് 36 61. സോ ഹൈപ്പോട്ടിനസ് എ സി ഈക്വൽ ടു √61 എന്ന് കിട്ടും. ക്ലിയർ? √61 ആണ് നമുക്ക് ആൻസർ ആയി കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ എന്താണ്? ഇന്ന് സൈനിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. സൈൻ തീറ്റ
എന്താണ് സൈൻ തീറ്റ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. സോ സൈൻ തീറ്റ ഈക്വൽ ടു 5/√61. ഇനി കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ ഈക്വൽ ടു 6/√61. അപ്പോൾ ഈ രണ്ട് വാല്യൂ കിട്ടിയാൽ നമുക്ക് ഇനി എന്താ, ഇനി ബാക്കിയുള്ള അതായത് ആ എക്സ്പ്രഷനിൽ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12 × 5/√61. ഓക്കെ, മൈനസ് 5 × കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 6/√61 ഡിവൈഡ് ബൈ 12 × 5/√61 പ്ലസ് 5 × 6/√61. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വാല്യൂസ് കിട്ടുക. സോ അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12 × 5 60. 60 മൈനസ് 30/√61 ഡിവൈഡ് ബൈ എന്താ 60 പ്ലസ് 30/√61. അപ്പോൾ 61 61 ക്യാൻസൽ ആയി. ബാക്കി എന്താണുള്ളത്? 30/90. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ 1/3 ആണ് നമുക്ക് ആൻസർ ആയി കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇതുപോലെ ഒരു ടാൻ തീറ്റ ഈക്വൽ ടു 5/6 വന്നാൽ അതൊന്ന് നമുക്ക് ഈ പൈതഗോറസ് തിയറം വെച്ചിട്ട്, അതായത് പൈതഗോറസ് വെച്ചിട്ട് നമുക്ക് ബാക്കി സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 1/3 ആണ് നമുക്ക് ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് സൈൻ എക്സ് ഈക്വൽ ടു 4/5 ദെൻ കൊസീക് എക്സ് കോട്ട് എക്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം ഇത് വരയ്ക്കാം. സൈൻ എക്സ്, അതായത് ഇവിടെ എക്സ് ആണ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. സോ ഓപ്പോസിറ്റ് 4 ആണ്, ഹൈപ്പോട്ടിനസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ? അങ്ങനെയാണെങ്കിൽ ബേസിൻ്റെ വാല്യൂ എന്ത് കിട്ടും? അതായത് ഇവിടെ നമുക്ക് എന്താ ഓപ്പോസിറ്റ്, അതായത് 5² ഈക്വൽ ടു 4² പ്ലസ് ഇത് ബേസിൻ്റെ സ്ക്വയർ 25 ഈക്വൽ ടു 16 പ്ലസ് b². സോ p ഈക്വൽ ടു എന്താ √9 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ ഇവിടെ ബിൻ്റെ വാല്യൂ എന്നത് 3 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഈക്വൽ ടു 3 ആയിട്ട് കിട്ടും. ഇനി എന്താ കൊസീക് എക്സ്? കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin x. ഓക്കെ, കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ കൊസീക് എക്സ് എന്ന് പറയുന്നത് 1/sin x ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? സൈൻ എക്സ് ഈക്വൽ ടു 4/5. അങ്ങനെയാണെങ്കിൽ കൊസീക് എക്സ് എന്താണ്? 5/4 അല്ലേ? അതായത് 5/4. ഓക്കെ, നിങ്ങൾക്ക് കൊസീക് എക്സ് ഹൈപ്പോട്ടിനസ് ബൈ എന്താണ് ഓപ്പോസിറ്റ് ആണെന്ന് അറിയുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സൈൻ എക്സിൻ്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി, എന്താ റെസിപ്രോക്കൽ എടുത്താൽ മതി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ കൊസീക് എക്സ് എന്ന് പറയുന്നത് 5/4 ആണ്. ക്ലിയർ? പ്ലസ് കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ 3/4 ആണ് അല്ലേ? കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ ബേസ് ബൈ ഓപ്പോസിറ്റ്, ബേസ് ബൈ പെർപെൻഡിക്കുലർ. ഓക്കെ, അതായത് ബേസ് ഇത് ബൈ ഇതാണ് കോട്ടിൻ്റെ വാല്യൂ. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8/4 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ആൻസർ 2 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൈൻ എക്സ് ഈക്വൽ ടു സംതിങ് തന്നാൽ, അതായത് 5/4 4/5 ഇതൊക്കെ തന്നാൽ നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ? പൈതഗോറസ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് cot² തീറ്റ ഈക്വൽ ടു 1 പ്ലസ് cos² തീറ്റ മൈനസ് sin² തീറ്റ. അങ്ങനെയാണെങ്കിൽ tan² തീറ്റ പ്ലസ് cosec² തീറ്റ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ എക്സ്പ്രഷൻ നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാവും. എന്താ? 1 പ്ലസ് sin² തീറ്റ 1 മൈനസ് sin² തീറ്റ. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് sin² തീറ്റ പ്ലസ് cos² തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ ഇതിന്ന് 1 മൈനസ് sin² തീറ്റ എന്തോ കിട്ടും? ഈക്വൽ ടു cos² തീറ്റ എന്ന് കിട്ടും. ഓക്കെ, 1 മൈനസ് sin² തീറ്റ ഈക്വൽ ടു cos² തീറ്റ എന്ന് കിട്ടും. സോ നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ മാറ്റി എഴുതാം? cot² തീറ്റ ഈക്വൽ ടു ഈ 1 മൈനസ് sin² തീറ്റയ്ക്ക് പകരം cos² തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos² തീറ്റ പ്ലസ് cos² തീറ്റ ഈക്വൽ ടു 2 cos² തീറ്റ എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ? അതായത് ഇനി cot² തീറ്റയെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? cot² തീറ്റ എന്ന് പറഞ്ഞാൽ cos² തീറ്റ ബൈ sin² തീറ്റ അല്ലേ? അതായത് കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ബൈ സൈൻ അല്ലേ? ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ ആണ്. സോ ഈ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? cos² തീറ്റ ബൈ sin² തീറ്റ എന്ന് എഴുതാം. ഈക്വൽ ടു 2 cos² തീറ്റ എന്ന് എഴുതാം. ഇനി എന്തായി? ഇവിടെ രണ്ട് സൈഡിലും cos² തീറ്റ വന്നു. സോ നമുക്കത് കട്ട് ചെയ്യാം. ക്ലിയർ? രണ്ട് സൈഡിലും ന്യൂമറേറ്ററിൽ വന്നതുകൊണ്ട് നമുക്കിതിനെ കട്ട് ചെയ്യാം. ബാക്കി 1/sin² തീറ്റ ഈക്വൽ ടു 2 എന്ന് വന്നു. 1/sin² തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin² തീറ്റ എന്ന് പറഞ്ഞാൽ
നമുക്ക് എന്താ മനസ്സിലാകുന്നത്? കൊസീക് സ്ക്വയർ തീറ്റ ആണ് ഈക്വൽ ടു 2 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ കൊസീക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കൊസീക് തീറ്റ എന്ന് പറയുന്നത് √2 ആണ്. അപ്പോൾ കൊസീക് തീറ്റ ഈക്വൽ ടു √2, അതായത് തീറ്റേൻ്റെ വാല്യൂ എന്ത് വരുമ്പോഴാണ് കൊസീക് തീറ്റ നമുക്ക് √2 എന്ന് കിട്ടുന്നത്? എന്ത് വരുമ്പോഴാണ്? നമുക്ക് 45 കിട്ടുമ്പോഴാണ് √2 എന്ന് കിട്ടുന്നത്. അപ്പോൾ തീറ്റ ഈക്വൽ ടു 45 എന്ന് കിട്ടും അല്ലേ? അതായത് സൈൻ തീറ്റ, സൈൻ 45ൻ്റെ വാല്യൂ ആണ് 1/√2. കൊസീക് തീറ്റ 45ൻ്റെ വാല്യൂ ആണ് √2. അപ്പോൾ തീറ്റയ്ക്ക് 45 കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ √2 എന്ന വാല്യൂ കിട്ടുക. ഇനി നമുക്ക് എന്താ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോലെ തീറ്റേൻ്റെ വാല്യൂ കിട്ടി. ഇനി എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്തായിരിക്കും? ടാൻ സ്ക്വയർ 45 പ്ലസ് കൊസീക് സ്ക്വയർ 45, ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇത് ഫൈൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടാൻ സ്ക്വയർ 45 എന്ന് പറയുന്നത് എന്താണ്? ടാൻ 45 എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ 1 സ്ക്വയർ. കൊസീക് 45 എന്ന് പറയുന്നത് √2 ആണ്, അപ്പോൾ √2 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 1 + 2 ഈക്വൽ ടു 3 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇഫ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ തീറ്റ എന്ന് പറയുന്നത് 0നും 90ക്കും ഇടയിലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ 45 എന്ന് എടുത്തത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. അതായത് 45ൻ്റെ വാല്യൂ, അതായത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്, അവിടെയാണ് ഞാൻ അതുകൊണ്ടാണ് 45. ഇനി സെക്കൻഡ് ക്വാർട്ടറിൽ നമുക്ക് √2 കിട്ടുന്ന മറ്റു വാല്യൂസും ഉണ്ടാവും. പക്ഷെ ഇവിടെ പറഞ്ഞു ഫസ്റ്റ് ക്വാർട്ടറിലാണ്, അതുകൊണ്ടാണ് 45. 90ക്കും 0നും ഇടയിൽ കൊസീക്കിന് √2 കിട്ടുന്ന ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. ഏതാണ്? 45 തീറ്റ. അതുകൊണ്ടാണ് ഇവിടെ 45 എടുത്തത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 0. ദെൻ വാല്യൂ ഓഫ് സൈൻ ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് ക്യൂബ് തീറ്റേൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ തന്നു, ഇത് നമുക്ക് സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? ടാൻ തീറ്റ ഈക്വൽ ടു 1 ആണ്. ടാൻ തീറ്റ ഈക്വൽ ടു 1 ആകുമ്പോൾ 1 ആകുന്നത് ഏത് തീറ്റയ്ക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ്? നമുക്കറിയാം തീറ്റയ്ക്ക് 45 കൊടുക്കുമ്പോഴാണ്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം, ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമാണ് എന്താ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ടാൻ 45 കൊടുക്കുമ്പോഴാണ് ടാനിന് 1 വാല്യൂ വരുന്നത്. സോ ടാനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 45 ആണ്. അത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ തീറ്റൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 45 ആണ്. സോ ഇനി നമുക്ക് ഇവിടെ 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ ആയി. സോ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് സൈൻ ക്യൂബ് 45 പ്ലസ് 3 കോസ് ക്യൂബ് 45. ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഈ വാല്യൂ നമുക്കറിയാലോ എന്താണ്? സൈൻ 45ൻ്റെ വാല്യൂ 1/√2 ഹോൾ ക്യൂബ് പ്ലസ് 3 × 1/√3 ഹോൾ ക്യൂബ്, √2 ഹോൾ ക്യൂബ്. ഇതാണ് നമുക്ക് വാല്യൂ വരാം. അപ്പോൾ ഈ അതായത് √2 ഹോൾ ക്യൂബ് എന്താണ്? √2 സ്ക്വയർ നമുക്കറിയാലോ എന്താണ്? √2 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ആണെന്നറിയാം. സോ നമുക്ക് ഈ ക്യൂബിനെ എങ്ങനെ എഴുതാം? √2 × √2 എന്നറിയാം. അപ്പോൾ ഈ രണ്ട് √2 ചേർന്നാൽ 2 ആവും. സോ നമുക്കിതിനെ 2√2 എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1 ക്യൂബ് 1 തന്നെയാണ്, 1/2√2 എന്ന് എഴുതാം. പ്ലസ് 3 1/2√2 എന്ന് എഴുതാം. ക്ലിയർ? ഇനി നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഡിനോമിനേറ്റർ സെയിം ആയാൽ നമുക്ക് ന്യൂമിനേറ്ററെ ഡയറക്റ്റായി ആഡ് ചെയ്യാം. 4/2√2 എന്ന് കിട്ടും. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 2/√2. അതായത് ഇവിടുന്ന് രണ്ടും ക്യാൻസലായി 2/√2. ഇനി ഞാൻ പറഞ്ഞു ഈ 2 എന്ന് പറയുന്നത് എന്താ? 2 എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ? √2 × √2 ആണ് 2 /√2. സോ 2 × √2 ക്യാൻസലായി, ബാക്കി ആൻസർ എന്ന് പറയുന്നത് √2 മാത്രമാണ്. ക്ലിയർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ദ ലീസ്റ്റ് വാല്യൂ ഓഫ് 2 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 3 സൈൻ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ഏതെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇതെന്ന് പറയുന്നത് നമുക്ക് എഴുതാം 2 സൈൻ സ്ക്വയർ തീറ്റ. ക്ലിയർ? പ്ലസ് കോസ് സ്ക്വയർ തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഓൾറെഡി പഠിച്ച സാധനം എന്താ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിതിനെ രണ്ടിനെയും സൈനിൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതാം. രണ്ടിനെയും ഒരു
ഒരു ക്വാണ്ടിറ്റീൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായി സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ഇവിടെ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സോ 3 ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈ വാല്യൂവിനെ നമ്മൾ മാറ്റി ഇങ്ങനെ എഴുതി. ക്ലിയർ? അതെല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനിയോ ഇനി നമുക്ക് അതായത് എക്സ്പാൻഡ് ചെയ്യാൻ 2 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 3 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ. ക്ലിയർ? ഇനി എന്ത് കിട്ടും? 2 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ എന്ത് കിട്ടും? 3 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ അങ്ങനെയല്ലേ കിട്ടുക? 3 ഉണ്ട്, പിന്നെ ഒരു മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, പ്ലസ് 2 സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. 2 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ്. പിന്നെ അവിടെ ഒരു 3 ഉണ്ട്. സോ ഇത് 3 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ് നമുക്ക് ആൻസർ കിട്ടുക. സോ ഇതിന് ഏറ്റവും മിനിമം വാല്യൂ, അതായത് ഈ എക്സ്പ്രഷൻ ഈക്വൽ ടു ഇതല്ലേ, ഇതിന് ഏറ്റവും മിനിമം വാല്യൂ എപ്പോഴാണ് വരുന്നത്? ഏറ്റവും മിനിമം വാല്യൂ വരണമെങ്കിൽ നമുക്ക് ഈ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് മാക്സിമം വാല്യൂ വരണം. സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് മാക്സിമം വാല്യൂ എത്രയാണ് വരിക? ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് മാക്സിമം വാല്യൂ എപ്പോഴാണ് വരിക? സൈനിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഈ സൈനിൻ്റെ മാക്സിമം വാല്യൂ 1 വരെയാണ്. സൈൻ സ്ക്വയർ തീറ്റ മാക്സിമം വാല്യൂ 1 ആയിരിക്കും വരിക. അപ്പോൾ ഇതിന് 1 ആണ് മാക്സിമം വരിക. അതായത് ഇവിടെ മാക്സിമം ആയാലല്ലേ ഇത് മിനിമം വാല്യൂ കിട്ടും. ക്ലിയർ? അതായത് 3 മൈനസ് സംതിങ്, ആ ബാക്കിയുള്ള വാല്യൂ, അതായത് 3 മൈനസ് എന്നുള്ള വാല്യൂ കൂടുതലായാൽ മാത്രമേ ടോട്ടൽ എക്സ്പ്രഷൻ നമുക്ക് എന്താ ലീസ്റ്റ് ആവും. സോ ഇവിടെ നമുക്ക് സൈനിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. സോ ഇവിടെ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ അല്ലേ? അതായത് ഇപ്പോൾ എന്താ സൈന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1-നേക്കാളും ചെറുത് കൊടുത്താൽ ഇപ്പോൾ 1/2 കൊടുത്താൽ എന്താ ഇവിടെ എന്താ കിട്ടും? 2.5 കിട്ടും. സോ മാക്സിമം വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇവിടെ മിനിമം വാല്യൂ കിട്ടുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് തീറ്റ ഈസ് എ അക്യൂട്ട് ആംഗിൾ ആൻഡ് ടാൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു 2 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈക്വൽ ടു 2 എന്ന് നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? 1/tan തീറ്റ എന്ന് എഴുതാം, ഈക്വൽ ടു 2 എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഇങ്ങനെ വന്നാൽ, അതായത് 1, ഇത് നമുക്ക് നമ്മൾ നേരത്തെ ഓൾജിബ്രയിലും പഠിക്കുന്ന ഒരു കാര്യമാണ്. x + 1/x = 2 എന്ന് വന്നാൽ ഇതിൽ എക്സിന് 1 എന്ന വാല്യൂ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. x = 1 ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. x + 1/x = 2 എന്ന് വന്നാൽ x = 1 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താ tan തീറ്റ = 1 ആയിരിക്കും. ക്ലിയർ? കോട്ട് തീറ്റ = 1 ആയിരിക്കും. ടാൻ തീറ്റ 1 ആയ കോട്ട് തീറ്റയും 1 ആയിരിക്കും. സോ ഇനി എന്താ ഈ എക്സ്പ്രഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി എന്താണ്? അതായത് tan raised to 5 തീറ്റ, അതായത് tan തീറ്റ raised to 5 ആണ് tan raised to 15/തീറ്റ എന്ന് പറയുന്നത്. സോ 1 raised to 15 plus 1 raised to 20 plus 2 into 1 raised to 20 into 1 raised to 15. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 + 1 + 2 that is equal to 4 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് x + 1/x = 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ അതുപോലെ ഇവിടെ ടാൻ തീറ്റേൻ്റെ വാല്യൂ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോട്ട് തീറ്റേൻ്റെ വാല്യൂ 1 ആയിരിക്കും. ക്ലിയർ? ടാൻ തീറ്റ 1 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ കോട്ട് തീറ്റ, അപ്പോൾ അതും 1 ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് സൈൻ തീറ്റ പ്ലസ് കൊസീക് തീറ്റ ഈക്വൽ ടു 2 ദെൻ ഇതിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം എന്താ സൈൻ തീറ്റ പ്ലസ് കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താ സൈൻ തീറ്റ ഈക്വൽ ടു 1 ആയിരിക്കും. സൈൻ തീറ്റ 1 ആയാൽ കൊസീക് തീറ്റ ഈക്വൽ ടു 1 ആയിരിക്കും. സോ എന്ത് കിട്ടും? ഈ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അതായത് സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ sin raised to 8 എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 raised to 8 ആയിരിക്കും. പ്ലസ് 1 raised to 8 that is equal to 2. ആൻസർ എന്താണ്? 2 ആണ് ആൻസർ. ഓപ്ഷൻ ബി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? NTPCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം എന്താ x + 1/x = 2 ആണെങ്കിൽ x + 1/x = 2 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ പ്ലസ് 1/sin തീറ്റ = 2 ആണെങ്കിൽ സൈൻ തീറ്റേൻ്റെ വാല്യൂ 1 ആയിരിക്കും.
അങ്ങനെയാണെങ്കിൽ കൊസീക് തീറ്റയുടെ വാല്യൂ 1 ആയിരിക്കും. സോ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 2 ആയിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊസീക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഈക്വൽ ടു 2/√3 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റേൻ്റെ വാല്യൂ, തീറ്റ അക്യൂട്ട് ആംഗിൾ ആണ്, അങ്ങനെയാണെങ്കിൽ തീറ്റേൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. സോ നമുക്ക് എന്താ, ഇവിടെ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം ടാൻ തീറ്റേൻ്റെ വാല്യൂ അറിയാം, 60ൻ്റെ വാല്യൂ അറിയാം, അതായത് ടാൻ 30ൻ്റെ വാല്യൂ അറിയാം, 60ൻ്റെ വാല്യൂ അറിയാം, 90ൻ്റെ വാല്യൂ അറിയാം. ഈ വാല്യൂസ് ഒക്കെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് എത്ര നമുക്ക് എന്താ തീറ്റയ്ക്ക് 30 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് തീറ്റയ്ക്ക് 30 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൊസീക് തീറ്റ എന്താണ് 2 ആണ്, ഇൻറ്റു ടാൻ തീറ്റ എന്താണ് 1/√3 ആണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് എന്താ 2/√3 കിട്ടുന്നുണ്ട്. സോ ഇത് കിട്ടുന്നുണ്ട്, ഇവിടെ നമ്മൾ ചോദിച്ചാൽ അതാണ്. അങ്ങനെ ആണെങ്കിൽ എന്താ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ഓപ്ഷൻ എ തന്നെയാണ്, 30 തന്നെയാണ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എ 30 ആണ് ആൻസർ. ക്ലിയർ? അതായത് നമ്മൾ ഈ ജസ്റ്റ് ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കൊസീക്കിൻ്റെ വാല്യൂ, കൊസീക്ക് എന്ന് പറയുന്നത് കൊസീക് തീറ്റ, കൊസീക് 30 എന്ന് പറയുന്നത് 2 ആണ്, ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. 30 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോ നമുക്ക് എന്താ 2/√3 ആൻസർ കിട്ടുന്നുണ്ട്. സോ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ദ ഫോളോയിങ്. അപ്പോൾ ഇത് നമ്മൾ എന്താ സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താ cos സ്ക്വയർ 45 തീറ്റ പ്ലസ് cos സ്ക്വയർ 45 മൈനസ് തീറ്റ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയാൽ എന്താ cos സ്ക്വയർ 45 മൈനസ് തീറ്റ. ഇത് നമ്മൾ സൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാമല്ലോ. എങ്ങനെയാണ് സൈൻ സ്ക്വയർ, അതായത് 90 മൈനസ് തീറ്റ ഇട്ടാൽ സൈനിലേക്ക് കൺവേർട്ട് ആവും. 90 മൈനസ് ഈ തീറ്റ തന്നെ എന്താ 90 മൈനസ് 45 മൈനസ് തീറ്റ. നമ്മൾ നേരത്തെ പഠിച്ചില്ല എന്താണ് കോസ്, എക്സാമ്പിൾ കോസ് 30 എന്ന് പറയുന്നതും സൈൻ 60 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതായത് കോസ് 30 ഈക്വൽ ടു സൈൻ 90 മൈനസ് 30. അപ്പം അതുപോലെ 90 മൈനസ് ഇട്ടാൽ നമുക്ക് സൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് കിട്ടും സൈൻ സ്ക്വയർ 45 പ്ലസ് തീറ്റ എന്ന് വരും. അതായത് ബ്രാക്കറ്റിന് പുറത്താണ് മൈനസ്, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45 പ്ലസ് തീറ്റ എന്ന് വരും. സോ നമുക്കിത് എന്ത് കിട്ടും, നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ മാറ്റി എഴുതാം, കോസ് സ്ക്വയർ 45 പ്ലസ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ 45 പ്ലസ് തീറ്റ ഡിവൈഡ് ബൈ നമുക്ക് ഇവിടെ വാല്യൂസ് കൊടുക്കാം. കൊസീക് സ്ക്വയർ തീറ്റ അതെന്താ കൊസീക് സ്ക്വയർ 30 ദാറ്റ് ഈസ് 2 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 45 1/√2 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ 16 ദാറ്റ് ഈസ് 2 സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ന്യൂമറേറ്ററുള്ള വാല്യൂ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താ 1 ആണ്. സോ ന്യൂമറേറ്ററിൽ 1 എന്ന വാല്യൂ കിട്ടി. ഇനി എന്താ 4 ഇൻറ്റു 1/2 മൈനസ് 4 എന്ന് കിട്ടി. സോ 2 മൈനസ് 4 എന്ന് കിട്ടും. 1/2 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മൈനസ് 1/2. ക്ലിയർ? അപ്പോൾ നമ്മൾ ആദ്യം സൈനിലേക്ക്, കോസിനെ സൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ടോ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണെന്ന് കിട്ടും. ന്യൂമറേറ്റർ 1 ആണെന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്താ ലാസ്റ്റ് മൈനസ് 1/2 ആണെന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ്, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ന്യൂമറേറ്ററിൽ സൈൻ സ്ക്വയർ 54 പ്ലസ് സൈൻ സ്ക്വയർ 36. അപ്പോൾ ഇത് നോക്കിയാൽ എന്താ ഇതും കൂട്ടിയാൽ എന്താ നമുക്ക് 90 കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഇതിന് കോസ് സ്ക്വയർ, അതായത് നമുക്ക് ഒരു എക്സ്പ്രഷൻ അറിയാം എന്താ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ 1. ഇതിന് ഒന്നിൽ നമ്മൾ കോസിലേക്ക് മാറ്റിയാൽ നമുക്ക് എന്താ ന്യൂമറേറ്റർ 1 ആയിട്ട് കിട്ടും. സോ നമുക്ക് എന്താ ഈ 54നെ നമുക്ക് കോസിലേക്ക് മാറ്റാം. അതായത് സൈൻ സ്ക്വയർ 54 എന്ന് പറയുന്നത് എന്താണ് കോസ് സ്ക്വയർ 36 ആണ്. അറിയാലോ കോസ് സ്ക്വയർ 90 മൈനസ് തീറ്റ, കോസ് സ്ക്വയർ 90 മൈനസ് തീറ്റ ആണ്. അതായത് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് 36. സോ നമുക്ക് ന്യൂമറേറ്റർ എന്ന വാല്യൂ എന്ത് കിട്ടും കോസ് സ്ക്വയർ 36 ഇൻറ്റു പ്ലസ് സൈൻ സ്ക്വയർ 36 എന്ന് കിട്ടും ഡിവൈഡ് ബൈ. ഇനിയോ ഇതെന്താ സൈൻ സ്ക്വയർ 40, സൈൻ സ്ക്വയർ 40നെ നമ്മൾ എന്താ കോട്ടിലേക്ക് മാറ്റിയാലോ, സൈൻ സ്ക്വയർ 40നെ നമുക്ക് കോട്ടിലേക്ക് മാറ്റാം. കാരണം എന്താ നമുക്കറിയാം കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ് നമുക്കറിയാം. ഓക്കെ, ന്യൂമറേറ്റർ നമ്മൾ ഓൾറെഡി 1 ആക്കി. ഇനി ഡിനോമിനേറ്ററിൽ നമുക്ക് കൊസീക് സ്ക്വയറും, അതായത് ഇവിടെ കൊസീക്ക് ഉണ്ട് പക്ഷേ ടാൻ്റെ റിലേഷൻ ഇല്ല, നമുക്ക് കോട്ടിൻ്റെ റിലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ടാനിനെ കോട്ടിലേക്ക് മാറ്റാം. ടാനിനെ കോട്ടിലേക്ക് മാറ്റാൻ എന്താ ടാൻ സ്ക്വയർ 40 എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ 90 മൈനസ് 40 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കോട്ട് സ്ക്വയർ 50 ആയിരിക്കും. സോ ടാൻ സ്ക്വയർ 40നെ നമുക്ക് കോട്ട് സ്ക്വയർ 50 എന്ന് എഴുതാം. കോട്ട് സ്ക്വയർ 50 മൈനസ് കൊസീക് സ്ക്വയർ 50 എന്ന് എഴുതാം. ക്ലിയർ? ഇത്ര എഴുതാമല്ലോ. ഇനി നമുക്ക് എന്താ ന്യൂമറേറ്റർ ഇതെന്ന് പറയുന്നത് 1 ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ് കോട്ട് സ്ക്വയർ, അതായത് ഇതാ
ഈ എക്സ്പ്രഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? 1 അല്ലേ? ക്ലിയർ? പക്ഷേ ഇതിങ്ങനെയല്ലല്ലോ. ഇത് നമ്മൾ ഇവിടെ എഴുതിയ എക്സ്പ്രഷൻ മാറിപ്പോയി. അതായത് കൊസീക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. സോ ഇതെന്താണ്? ഇത് നേരെ അതിൻ്റെ റെസിപ്രോക്കൽ, അതായത് സൈൻ നമുക്കൊന്ന് മാറ്റി ഇവിടുന്ന് കോമൺ ആയിട്ടൊരു, അതായത് ന്യൂമറേറ്റർ നമ്മൾ ഓൾറെഡി 1 കിട്ടി. ഇനി ഡിനോമിനേറ്റർ നമ്മൾ മൈനസ് കോമൺ ആയിട്ട് എടുക്കുന്നു. മൈനസ് കോമൺ ആയി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കൊസീക് സ്ക്വയർ 50 മൈനസ് കോട്ട് സ്ക്വയർ 50 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? 1/-1 ആണ്, ഈക്വൽ ടു -1 ആണ് ആൻസർ കേട്ടോ. ക്ലിയർ? അതായത് ഡിനോമിനേറ്ററിലെ എക്സ്പ്രഷൻ ഇതല്ലേ, 1/-1 ഈക്വൽ ടു -1 ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ട്രയാങ്കിൾ എ ബി സി ദാറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ആംഗിൾഡ് അറ്റ് സി. അപ്പോൾ എ ബി സിയിൽ റൈറ്റ് ആംഗിൾ, അതായത് 90 ഡിഗ്രി വരുന്ന സിയിലാണ്. അതായത് നമുക്ക് ഇതെങ്ങനെ വരച്ചാൽ ഇതായിരിക്കും സി. ബാക്കി എയും ബിയും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടാം. പിന്നെന്താ? ഇത് 90 ആണ്. പിന്നെന്താ? കോൺ ബിയും എയും. അതായത് ഇവിടെ എ എങ്ങനെ കൊടുത്തു, ബി എന്ന് എങ്ങനെ കൊടുത്തു നിങ്ങൾ ചോദിക്കരുത്. കാരണം നമുക്ക് എയും ബിയും എവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇത് മാറ്റിയിട്ട് എയും ബിയും ഇവിടെ കൊടുത്താലും പ്രശ്നമില്ല. അപ്പോൾ എന്താ? ഇതും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് 90 ആണെങ്കിൽ ഇതും 45 ആയിരിക്കും. കാരണം ഇവിടെ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ 3 ആംഗിളും കൂട്ടിയാൽ 180 കിട്ടണം. ഒരു ആംഗിൾ 90 കിട്ടി, ബാക്കി 2 ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ 45 ആയിരിക്കും. സോ ഇനി എന്താ പറയുന്നത്? ഇനി എക്സ്പ്രഷൻ നമ്മൾ നോക്കിയാൽ മതി. സിമ്പിൾ അല്ലേ? ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി സൈൻ എ, അപ്പോൾ സൈൻ 45 ഇൻറ്റു സൈൻ ബി, അതും സൈൻ 45 പ്ലസ് കോസ് 45 ഇൻറ്റു കോസ് 45. സൈൻ 45 എന്താ? 1/√2 ഇൻറ്റു 1/√2 പ്ലസ് 1/√2 ഇൻറ്റു 1/√2. ക്ലിയർ? ഇതെന്ത് കിട്ടും? ആൻസർ 1 എന്ന് കിട്ടും. ക്ലിയർ? അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ. 1 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സൈൻ 2a ഈക്വൽ ടു കോസ് 75 ദെൻ സ്മോളസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഓഫ് എ. അപ്പോൾ എൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. സൈൻ 2a ഈക്വൽ ടു കോസ് 75. ക്ലിയർ? സൈനെ നമുക്ക് കോസിലേക്ക് കൺവേർട്ട് ചെയ്താൽ കോസ് 90 മൈനസ് 2a ഈക്വൽ ടു കോസ് 75. കോസ് 90 മൈനസ് 2a ഈക്വൽ ടു 75 ആണെങ്കിൽ 90 മൈനസ് 2a ഈക്വൽ ടു എന്താണ്? 75 ആണ്. അങ്ങനെയാണെങ്കിൽ 2a ഈക്വൽ ടു എന്താണ്? 15 ആണ്. a ഈക്വൽ ടു എന്താണ്? 15/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 7.5 ഡിഗ്രി ആണ്. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? അടുത്തത് given that tan a plus b, അതായത് tan a plus b ൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. then what is the value of tan 75? അങ്ങനെയാണെങ്കിൽ tan 75ൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. സോ എന്താണ്? tan 75ൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് tan 75 നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ജസ്റ്റ് ഈ വാല്യൂ ഒന്ന് പുട്ട് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ tan 75 കിട്ടണം. അപ്പോൾ എക്ക് നമുക്ക് വേണമെങ്കിൽ എന്താ 40 കൊടുക്കാം, ബിക്ക് 35 കൊടുക്കാം. സോ എ എന്നത് നമ്മൾ 45 കൊടുക്കുന്നു, ബി എന്നത് പറയുന്നത് നമ്മൾ ബാക്കി എത്രയാണ്? 45 30. ഓക്കെ, 45 30 കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ tan 75 എന്താ? tan 45 പ്ലസ് tan 30 ഡിവൈഡ് ബൈ 1 മൈനസ് tan 45 ഇൻറ്റു tan 30. ഇതിൻ്റെ വാല്യൂസൊക്കെ നമുക്കറിയാമല്ലോ. നമുക്ക് 45ൻ്റെ വാല്യൂ അറിയാം, 30ൻ്റെ വാല്യൂ അറിയാം, 45 30ൻ്റെയും വാല്യൂ അറിയാം. സോ tan 45 എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് 30 എന്ന് പറയുന്നത് പ്ലസ് √3 ആണ്, ഡിവൈഡ് ബൈ 1 മൈനസ് 1 ഇൻറ്റു 1/√3. സോ എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു √3 പ്ലസ് 1/√3 ഡിവൈഡ് ബൈ √3 മൈനസ് 1/√3. √3 ക്യാൻസലായി. റിമൈനിങ് എന്താണ് വരുന്നത്? ഇതും ക്യാൻസലായി. √3 പ്ലസ് 1/√3 മൈനസ് 1. അപ്പോൾ ഇങ്ങനെ വന്നാൽ, അതായത് ഡിനോമിനേറ്ററിലും
√3 - 1 ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താ? √3 + 1 ആണ്. ഡിനോമിനേറ്ററിൽ √3 - 1 വന്നുകൊണ്ട് നമ്മൾ √3 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിലും ചെയ്യണമല്ലോ √3 + 1. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബാക്കി ഇത് നമ്മൾ ചെയ്ത് നോക്കാം. ഡിനോമിനേറ്ററിൽ നമുക്കറിയാം a + b × a - b എന്താണ്? a² - b² ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്ക് എങ്ങനെ എഴുതാം? √3² - 1². ഇനിയോ ന്യൂമറേറ്ററിൽ എന്താണ്? √3 + 1 2. ക്ലിയർ? √3 + 1 2 എന്ന് കിട്ടും. ഇനിയോ ന്യൂമറേറ്റർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമല്ലോ. എങ്ങനെയാണ്? √3² + 2 × a × b + b² ഡിവൈഡ് ബൈ ഇതെന്താണ്? √3² 3 കിട്ടും, -1 അപ്പോൾ 2 കിട്ടും. ക്ലിയർ? ഇനി എന്താ കിട്ടുക? 3 + 2√3 + 1/2 ദാറ്റ് ഈസ് 4 + 2√3/2. ഇന്ന് നമുക്ക് കോമൺ ആയിട്ട് എന്തെടുക്കാം? കോമൺ ആയിട്ട് നമുക്ക് 2നെ കോമൺ ആയിട്ട് എടുക്കാം. 2 ബാക്കി 2 + √3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 2 + √3. ആൻസർ എന്താ? 2 + √3. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ? വാല്യൂ ഓഫ് എ ഫോർ ദ ഇക്വേഷൻ. അപ്പോൾ ഇതിന് എന്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? tan a + tan b tan 2a ഇതിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. tan a tan 2a tan 3a മൈനസ് tan 3a എന്ന് കിട്ടും. ക്ലിയർ? മൈനസ് tan 3a എന്ന് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടുന്ന് കോമൺ ആയിട്ട് ഒരു മൈനസ് tan 3a കോമൺ ആയിട്ട് എടുക്കുന്നു. അതായത് നമ്മൾ ഇവിടുന്ന് കോമൺ ആയിട്ട് മൈനസ് tan 3a കോമൺ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അകത്ത് എന്ത് കിട്ടും? മൈനസ് ആണ് ഞാൻ എടുത്തത്. മൈനസ് എടുത്തുകൊണ്ട് 1 - tan a tan 2a എന്ന് കിട്ടും. ക്ലിയർ? ഇനിയോ ഈ 1 - tan a tan 2a നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? tan a + tan 2a ഡിവൈഡ് ബൈ 1 - tan a tan 2a ഈക്വൽ ടു -tan 3a എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടിയ ഈ വാല്യൂ ആണ്. ഇതെന്തിനാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ tan a + b എന്ന വാല്യൂ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ tan a + b എന്ന ഫോമിലാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? tan a + b അതായത് 2a ഈക്വൽ ടു -tan 3a എന്ന വാല്യൂ കിട്ടി. ക്ലിയർ? ഇപ്പോൾ tan a + 2a എന്ന വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? tan 3a ഈക്വൽ ടു -tan 3a tan 3a + tan 3a ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ 2 tan 3a ഈക്വൽ ടു 0 എന്ന് കിട്ടും. ക്ലിയർ? 2 tan 3a ഈക്വൽ ടു 0. അപ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കും. എന്താണ് മനസ്സിലാക്കുന്നത്? tan 3a ഈക്വൽ ടു 0 എന്ന് കിട്ടും. tan 3a ഈക്വൽ ടു 0. അപ്പോൾ ഈ ടാനിൻ്റെ വാല്യൂ 0 ആകുന്നത് എവിടെയാണ്? പൈയിലാണ്. എന്താണ്? tan പൈയിലാണ് 0 ആവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3a ഈക്വൽ ടു പൈ എന്ന് കിട്ടും. ഇനിയോ a ഈക്വൽ ടു π/3 എന്ന് കിട്ടും. ഓക്കെ, a ഈക്വൽ ടു π/3 എന്ന വാല്യൂ കിട്ടും. സോ നമുക്ക് എന്താ? ഇവിടെ π/3 ഉണ്ട്, ഇവിടെ π/3 ഉണ്ട്. സോ ഇതിൽ ഏതാണ് നമുക്ക്? π/3 മാത്രമാണോ? അല്ല. കാരണം എന്താ? tan 2π കൊടുത്താലും നമുക്ക് എന്താ? tan 0 എന്ന് കിട്ടാം. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 2π കൊടുക്കാം. അങ്ങനെ വന്നാൽ എൻ്റെ വാല്യൂ എന്ത് കിട്ടും? അപ്പോൾ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2π/3 എന്ന് കിട്ടും. ക്ലിയർ? എൻ്റെ വാല്യൂ എന്നത് 2π/3 എന്ന് കിട്ടും. സോ എന് 2 വാല്യൂ നമുക്ക് കൊടുക്കാമല്ലോ. ഇവിടെ 2 വാല്യൂ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് 2 വാല്യൂ കൊടുത്താൽ മതി. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എന്താണ്? സിമ്പിളാണ്. എങ്ങനെയാ? ഇവിടെ നമുക്ക് കൊസീക്ക് 70 + θ ആണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യാം? നമുക്കിതിനെ കൊസീക്ക്
70 പ്ലസ് തീറ്റ. സോ ഈ 70 ഞാൻ മാറ്റി എഴുതുന്നു എന്താ 90 മൈനസ് 15 എന്ന് എഴുതും പ്ലസ് തീറ്റ. ഇങ്ങനെ ചെയ്യാമല്ലോ 90 മൈനസ് 15 പ്ലസ് തീറ്റ. അങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ലല്ലോ, ഇല്ല. സോ ഞാൻ ഈ ബ്രാക്കറ്റിന് പുറത്തേക്ക് ഈ മൈനസിനെ എടുക്കുന്നു. ബ്രാക്കറ്റിന് പുറത്തേക്ക് മൈനസിനെ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ബ്രാക്കറ്റിന് പുറത്തേക്ക് മൈനസിനെ എടുത്താൽ എന്ത് കിട്ടും? ഇവിടെ മൈനസ് ആവും, ഇങ്ങനെ ആവും. ക്ലിയർ അല്ലേ? അതായത് ഞാൻ 90 മൈനസ് 15 പ്ലസ് തീറ്റ ഇതെന്ന് പറഞ്ഞാൽ 75 ആണ്. സോ ഈ 75. സോ ഞാൻ ഇവിടുന്ന് രണ്ടിന്ന് കോമൺ ആയിട്ട് ഒരു മൈനസിനെ പുറത്തെടുത്തു. സോ മൈനസ് ഇങ്ങനെ കിട്ടും. ക്ലിയർ? അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ എക്സ്പ്രഷൻ ഇങ്ങനെയായി. പിന്നെന്താണ്? പിന്നെ സീക്ക് 15 മൈനസ് തീറ്റ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? മൈനസ് ഇനി ഇവിടെ ടാനും കോട്ടും. ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ മാറ്റി എഴുതിയെന്ന് വെച്ചാൽ ഇവിടെ കൊസീക്ക്, ഇവിടെ സീക്ക്. സോ ഇതിനെ നമുക്ക് സീക്കിലേക്ക് മാറ്റി എഴുതാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മാറ്റി എഴുതിയത്. ക്ലിയർ? ഇനിയോ അടുത്ത ടാൻ 55 പ്ലസ് തീറ്റ. ടാൻ 55 പ്ലസ് തീറ്റേനെ ഞാൻ എങ്ങനെ എഴുതാം? ടാൻ 90 മൈനസ് 35 പ്ലസ് തീറ്റ. ഓക്കെ, അങ്ങനെ എഴുതാമല്ലോ. ടാൻ 90 മൈനസ് 35 മൈനസ് തീറ്റ എന്ന് എഴുതാം. പിന്നെ ഒരു വാല്യൂ കൂടി ഉണ്ട്, പ്ലസ് കോട്ട് 35 മൈനസ് തീറ്റ. ഇത്രയാണ് നമുക്ക് ഇവിടെയുള്ളത്. ഇനിയോ ഇത് നമുക്ക് മാറ്റി എഴുതാം. ക്ലിയർ അല്ലേ? കൊസീക്ക് 90 മൈനസ് 15 മൈനസ് തീറ്റ. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി എഴുതിയിട്ട് എങ്ങനെ മാറ്റി എഴുതാം? സീക്ക് 15 മൈനസ് തീറ്റ എന്ന് എഴുതാം. മൈനസ് സീക്ക് 15 മൈനസ് തീറ്റ മൈനസ് ടാൻ 35 മൈനസ് തീറ്റ പ്ലസ് ടാൻ അല്ല, ഇവിടെ കോട്ടാണ് വരാം. ഓക്കെ, കോട്ട് പ്ലസ് കോട്ട് 35 മൈനസ് തീറ്റ. ക്ലിയർ? അപ്പോൾ ഇതും ഇതും ക്യാൻസലായി, എല്ലാം ക്യാൻസൽ ആവും. ബാക്കി ആൻസർ നമുക്ക് 0 ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ. എന്താ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ കൊസീക്ക് ഉണ്ട്, സീക്ക് ഉണ്ട്, ടാൻ ഉണ്ട്, കോട്ട് ഉണ്ട്. സോ കൊസീക്കും സീക്കും കോഫാക്ടർ അല്ലേ? ടാനും കോട്ടും കോഫാക്ടർ ആണ്. സോ നമുക്ക് ഇതിനെ രണ്ടിനെയും ഒരേ ഫോമിലേക്ക് മാറ്റി നോക്കിയാലോ. അതായത് ഇവിടെ കൊസീക്ക് 75 പ്ലസ് തീറ്റ. ഈ 75നെ ഞാൻ 90 മൈനസ് 15 എഴുതാലോ പ്ലസ് തീറ്റ. ഇങ്ങനെ എഴുതാലോ കൊസീക്ക്. ക്ലിയർ? എന്നിട്ട് ഞാനിവിടെ കൊസീക്കിനെ 90 വെച്ചു, മൈനസ് ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ 50 മൈനസ് തീറ്റ എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് എന്താണ്? സീക്ക് 50 മൈനസ് തീറ്റ, 15 മൈനസ് തീറ്റ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. സോ ഈ എക്സ്പ്രഷൻ നമ്മൾ മാറ്റി എഴുതി. എന്ത് കിട്ടി? ഈ എക്സ്പ്രഷൻ ഞാൻ മാറ്റി എഴുതിയിട്ട് എന്ത് കിട്ടി? സീക്ക് 15 മൈനസ് തീറ്റ എന്ന് കിട്ടി. ക്ലിയർ? രണ്ടാമത്തെ എന്താണ്? സീക്ക് 50 മൈനസ് തീറ്റ. അത് ക്ലിയർ അല്ലേ? അത്രയും കിട്ടി. അപ്പോൾ ഈ ഇത്രയും എക്സ്പ്രഷൻ നമ്മൾ മാറ്റി എഴുതി, അത്രയും കിട്ടി. സെക്കൻഡ് മൈനസ്. ഇനിയോ ടാൻ. അടുത്തത് ടാനിൻ്റെ വാല്യൂ ഒന്നും തന്നിട്ടില്ല. ടാൻ 55 മൈനസ് തീറ്റയാണ് തന്നിട്ടുള്ളത്. സോ ടാൻ 55 മൈനസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ടാൻ 55 പ്ലസ് തീറ്റ, മൈനസ് അല്ല പ്ലസ് തീറ്റയാണ് ഉള്ളത്. സോ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെയാ? ടാൻ 90 എത്ര മൈനസ് ചെയ്യാം? 90 35 മൈനസ് ചെയ്താലാണ് 50 കിട്ടുക പ്ലസ് തീറ്റ. ഒന്നുമില്ല, 55 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് 90 മൈനസ് 35 ഒന്നും എനിക്ക് എഴുതാമല്ലോ, ഒരു കുഴപ്പമില്ല. സോ ടാൻ 90 ഞാൻ എന്നിട്ട് ബ്രാക്കറ്റിന് പുറത്തേക്കൊരു മൈനസിന് കോമൺ ആയിട്ട് എടുത്തു. അങ്ങനെ വന്നാൽ 35 മൈനസ് തീറ്റ എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് കോട്ട് 35 മൈനസ് തീറ്റയാണ്. ക്ലിയർ? അപ്പോൾ ഈ നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതി. സോ നമുക്ക് ഇതിനെ മാറ്റി എഴുതാമല്ലോ. എന്താണ്? കോട്ട് 35 മൈനസ് തീറ്റ ലാസ്റ്റ് പ്ലസ് കോട്ട് 35 മൈനസ് തീറ്റ. സോ സീക്ക് മൈനസ് സീക്ക്, കോട്ട് മൈനസ് പ്ലസ് കോട്ട്, മൈനസ് കോട്ട് പ്ലസ് കോട്ട്. സോ ഇതും 0 ആയി, ഇതും 0 ആയി, കംപ്ലീറ്റ് 0 ആയി. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ടാൻ 34
അതുപോലെ tan 42. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പ്രഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ അതായത് ഈ 34ഉം പിന്നെന്താ 34 56 ഇത് നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 34 56ഉം 90 കിട്ടും. സോ ഇതിന് തമ്മിൽ ആഡ് ചെയ്താൽ 90 കിട്ടും. ഇതും ആഡ് ചെയ്താൽ 90 കിട്ടും. സോ നമുക്കൊരു കാര്യം അറിയാം, എന്താണ് tan തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ ഈക്വൽ ടു 1 ആണ്. അതുപോലെ sec സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷൻ നമുക്കിവിടെ ആവശ്യമുണ്ട്. ക്ലിയർ? ഈ രണ്ട് എക്സ്പ്രഷൻ നമുക്കിവിടെ ആവശ്യമുണ്ട്. സോ ഇതും നിങ്ങൾ നോക്കിയേ, ഇത് നമ്മൾക്ക് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. എങ്ങനെയാണ്? tan 36നെ നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് 56 എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ഇവിടെ tan 56. ക്ലിയർ? അടുത്തെന്ന് പറഞ്ഞാൽ tan 42നെ നമുക്ക് കോട്ട് 48 എന്ന് എഴുതാം. അതുപോലെ ഇത് അതേപോലെ എഴുതാം, tan 48 എന്ന് എഴുതാം. സോ ഇത് രണ്ടും എന്താണ്? 1 ആയില്ലേ? രണ്ടും കൂടിയിട്ട് 1 ആയി നമുക്ക്. അടുത്ത എക്സ്പ്രഷൻ എന്താ? പ്ലസ് tan 60 നമുക്ക് അതേപോലെ എഴുതാം, tan 60. കോട്ട് 30 നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? tan 60 എന്ന് എഴുതാം അല്ലേ? കോട്ട് 30 നമ്മൾ എങ്ങനെ 90 മൈനസ് സംതിങ് എന്ന് എഴുതാൻ മാറിയില്ലേ? കോട്ടിനെ ടാനിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യാം? കോട്ട് തീറ്റ ആണെങ്കിൽ tan 90 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? കോട്ട് 30 ആണ്. സോ tan 60 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാനിവിടെ tan 60 അതുപോലെ എഴുതി, ഇതിന് കോട്ട് 30ക്ക് പകരം tan 60 എന്ന് എഴുതി. ഇനി മൈനസ് കോസിക് 30 ഇവിടെ ഉണ്ട്. സോ കോസിക് 30യും സീക് 30യും ഉണ്ട്. നമുക്ക് കോസിക് 30യും സീക് 60 ഉണ്ട്. സോ ഇതിൻ്റെ കോ ഫാക്ടർ മാറ്റാനും നമ്മൾ സെയിം ചെയ്താൽ മതി. അപ്പോൾ ഈ കോസിക് 30ക്ക് പകരം നമുക്ക് സീക് 60 എന്ന് എഴുതാം, ഇൻറ്റു 60 എന്ന് എഴുതാം. ഇനി എന്തായി? ഇത് 1 ആയി, ഇത് 1 ആയി. പ്ലസ് tan 60 ഇൻറ്റു tan 60, അതായത് 1 പ്ലസ് ഇത് രണ്ടും കൂടി 1 ആയി. പിന്നെന്താ? tan 60യും tan സ്ക്വയർ 60 മൈനസ് ഇതെന്താണ്? സീക് സ്ക്വയർ 60. എന്താണ്? സീക് സ്ക്വയർ 60. ക്ലിയർ ആയില്ലേ? അതായത് കോസീക്കിന്ന് സീക്കിലേക്ക് മാറ്റാനും 90 ചെയ്താൽ മതി. അതായത് കോ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സൈനും കോസും, കോസീക്കും സീക്കും കോട്ടും ടാനും. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ 90 കൊണ്ട് മൈനസ് ചെയ്താൽ മതി. ആംഗിളിനെ 90 നിന്ന് മൈനസ് ചെയ്താൽ മതി. സോ നമുക്കിവിടെ എന്താ കിട്ടി? 1 പ്ലസ് tan സ്ക്വയർ 60 മൈനസ് സീക് സ്ക്വയർ 60. അപ്പോൾ ഈ tan സ്ക്വയർ എന്ത് കിട്ടും? tan സ്ക്വയർ 60 മൈനസ് സീക് സ്ക്വയർ 60 എന്ന് പറഞ്ഞാൽ -1 ആണ് കിട്ടുക. അതായത് സീക് സ്ക്വയർ മൈനസ് tan സ്ക്വയർ ആണ് 1 കിട്ടുക. സോ tan സ്ക്വയർ മൈനസ് സീക് സ്ക്വയർ -1 കിട്ടും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 1 പ്ലസ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രിഗണോമെട്രി ചെയ്യാം. അപ്പോൾ ഇനി ട്രിഗണോമെട്രിയിൽ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതും ട്രിഗണോമെട്രിയിൽ തന്നെ ചെയ്യുന്നതാണ്. അതായത് ഹൈറ്റും നമ്മളെന്താ ഇതുപോലെയൊക്കെ തന്നിട്ട് പെർപെൻഡിക്കുലർ ഹൈറ്റ് കണ്ടുപിടിക്കാം, ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ ട്രിഗണോമെട്രീൻ്റെ ഒരു സബ് പാർട്ടാണ് ഇത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം എന്താ? ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ആംഗിൾ ഓഫ് എലിവേഷൻ, അതായത് ഒരാൾ ഇവിടെ നിൽക്കുന്നു, അയാൾ മേലേക്ക് കാണുന്ന, അതായത് ഇവിടെയാണ് ഒരാളുള്ളത്, അയാൾ മുകളിലേക്ക് കാണുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, ഇനി ഒരാൾ ഇവിടെ നിൽക്കുന്നു, അയാൾ താഴേക്ക് കാണുന്ന, ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, താഴേക്ക് കാണുന്നതാണ്, അതായത് ഹൊറിസോണ്ടൽ ഇങ്ങനെ വരും, ഹൊറിസോണ്ടലിന് താഴെ കാണുന്നത്, താഴേക്ക്, അതായത് ഇവിടെ ഉള്ള ഒരു സാധനം. ഒരാൾ ഇവിടെ നിൽക്കുന്നു, ഓക്കെ, എന്നിട്ട് മേലെയുള്ള എന്തോ ഒരു വസ്തു കാണുന്നു. ഓക്കെ, അതായത് ഇവിടെ ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കാം, മരത്തിൻ്റെ മേലെ കാണുന്നു. അതെന്താണ്? അതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ, അതായത് മേലെ കാണുന്നതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇനി താഴെയുള്ളൊരു വസ്തു കാണുന്നു, താഴെയുള്ളൊരു വസ്തു ഇവിടെ നിൽക്കുന്ന ഒരാൾ കാണുന്നു എന്ന് വിചാരിക്കാം, അതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ക്ലിയർ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാം. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ മേലെ കാണുന്നത്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ താഴെ കാണുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫ്രം എ പോയിന്റ് y on a level ground, the angle of elevation of the top of the lamp post is 450.
സോറി ഇത് 4 ഡിഗ്രി എന്നാണ്, 450 എന്നല്ല, 4 ഡിഗ്രി. ക്ലിയർ? അത് കറക്റ്റ് ചെയ്യാം. ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് y ഫ്രം ദ ഫുട്ട് ഓഫ് ദ ലാമ്പ് ഈസ് 80 മീറ്റർ, ദ ഹൈറ്റ് ഓഫ് ദ ലാമ്പ്. അപ്പോൾ നമ്മൾ ലാമ്പ് പോസ്റ്റിൻ്റെ ഹൈറ്റാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യാം, പോസ്റ്റ് ഇങ്ങനെയാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ, ആംഗിൾ ഓഫ് എലിവേഷൻ. ആംഗിൾ ഓഫ് എലിവേഷൻ അതായത് ഇത് നമ്മുടെ ഗ്രൗണ്ട്. ആംഗിൾ ഓഫ് എലിവേഷൻ ഇതാണ്, താഴ്ന്ന് മേലേക്ക് കാണുന്ന ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ 45. ഇവിടെയാണ് ലാമ്പിൻ്റെ ടോപ്പ്. ഇവിടെ ഇതാണ് ലാമ്പ്, അതിൻ്റെ ടോപ്പ് നമുക്ക് ഇങ്ങനെയാണ് കാണാം. സോ ഇവിടെ പറഞ്ഞു എന്താണ്, ഡിസ്റ്റൻസ് ഓഫ് y, അതായത് ഇതാണ് y, ലാമ്പിൻ്റെ ഫൂട്ടിൽ നിന്ന്, അതായത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ B കൊടുക്കാം, A കൊടുക്കാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഫൂട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, ഫൂട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 80 മീറ്റർ ആണെന്ന് പറഞ്ഞു. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ, നമുക്ക് ഈ AB എന്ന ഹൈറ്റാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. AB എന്ന ഹൈറ്റാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇക്വേഷൻ നോക്കാം. എങ്ങനെയാണ്, ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് അറിയുന്നത്, നമുക്ക് ആംഗിൾ അറിയാം. ഇത് 45, ആംഗിൾ 45 തന്നെ നമുക്ക് ടാൻ 45 എന്താണെന്ന് അറിയാം. ടാൻ 45 ഈക്വൽ ടു എന്താണ്, ഓപ്പോസിറ്റ് AB ബൈ അഡ്ജസൻറ്റ് എന്താണ്, BY. സോ AB ബൈ BYൻ്റെ വാല്യൂ എന്താണ്, 80. സോ ടാൻ 45 എന്താണ്, ടാൻ 45 നമുക്ക് 1 ആണെന്ന് അറിയാലോ. ക്ലിയർ? അപ്പോൾ AB ഈക്വൽ ടു 80 ആണെന്ന് അറിയാം. ക്ലിയർ? അപ്പോൾ AB എന്ന് പറയുന്നത് 80 ആണ്. ക്ലിയർ? അപ്പോൾ കണ്ടോ, ഇവിടെ നമ്മൾ ട്രിഗണോമെട്രിക് ഫോർമുലാസ് തന്നെ യൂസ് ചെയ്തത്. ഓക്കെ, ടാൻ എന്ന വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്തത്. സോ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ട്രിഗണോമെട്രീൻ്റെ സബ് പാർട്ടാണ് നമ്മൾ ഈ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് എന്താ 80 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, A window in a building is at the height of 10 meter from the ground. The angle of depression, ഇവിടെ angle of depression ആണ് പറഞ്ഞത്, of point P on the ground from the window is 30. The angle of elevation of the top of the building from the point P is 60. What is the height of the building? അപ്പോൾ ഞാൻ പറഞ്ഞു ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് പറയുന്നത്. സോ എന്താണ്, അതായത് ഒരു മാൻ ഇവിടെ നിൽക്കുന്നു, ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇവിടെ എന്താ പറഞ്ഞത്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞു, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞത്, 30 ആണെന്ന് പറഞ്ഞു. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 30 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു കാര്യം പഠിച്ചാണ്, അതായത് ഇത് 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കും. അതായത് ഈ ലൈനും പാരലൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം എന്താ, ഇതും 30 ആയിരിക്കും. ക്ലിയർ? അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞു ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്, അതായത് വിൻഡോ ആണ്, ഇവിടെയാണ് വിൻഡോ. ഇവിടെയാണ് വിൻഡോ. ക്ലിയർ? വിൻഡോ ആണ് ഇത്. സോ ഈ ആംഗിളാണ് 30. അങ്ങനെയാണെങ്കിൽ ഇതും 30 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നു ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 60 ആണ്. സോ ഇവിടുന്ന് എലിവേഷനാണ് പറയുന്നത്, മേലേക്ക്, എലിവേഷൻ മേലേക്ക്. സോ ഇത് 60 എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും കിട്ടി. ഇനി എന്താ, നമ്മൾ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. അപ്പോൾ ഈ ഹൈറ്റ്, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇത് നമുക്ക് ABC എന്ന് കൊടുക്കാം. AB പിന്നെന്താ, പോയിന്റ് P എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഹൈറ്റാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇത് C എന്ന് കൊടുക്കാം. ക്ലിയർ? നമ്മൾ AB ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം ടാൻ 30 എന്ന് നോക്കാം. ടാൻ 30. ക്ലിയർ? ടാൻ 30 ആദ്യം പറഞ്ഞു ഹൈറ്റ്, അതായത് ബിൽഡിങ്ങിൻ്റെ വിൻഡോൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 മീറ്ററിലാണ് ബിൽഡിംഗ് ഉള്ളത്. വിൻഡോ ഈ ഹൈറ്റ് നമുക്കറിയില്ല, H എന്ന് കൊടുക്കാം. ക്ലിയർ? ഇനി ടാൻ 30ൻ്റെ വാല്യൂ എന്താണെന്ന് കൊടുക്കാം നമുക്ക്. ടാൻ 30 എന്ന് പറയുന്നത് ടാൻ 30 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എത്രയാ, 10 ഡിവൈഡ് ബൈ BP. ഓക്കെ, BPക്ക് വേണം നമുക്ക് ഇവിടെ X എന്ന് കൊടുക്കാം. സോ BP എക്സിൻ്റെ വാല്യൂ എന്താണ്, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടാൻ 30 എന്ന് പറയുന്നത് എന്താണ്, 1/√3 ആണ്, ഈക്വൽ ടു 10/x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10√3 ആണ്. 10
√3 ആണ് എക്സ് കിട്ടുക. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? എ ബി ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇത് നമുക്ക് tan 60 ഫൈൻഡ് ചെയ്താലോ? അതായത് tan 60 എന്ന വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. tan 60 എന്ന് പറയുന്നത് ഹൈറ്റ്, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എ ബി ആണ്. എ ബി എന്ന് പറയുന്നത് 10+h ആണ് എ ബി ഡിവൈഡ് ബൈ എന്താ അഡ്ജസൻറ്റ് ബി പി. അപ്പോൾ എക്സ് 10√3 ആണ് നമുക്ക് ബേസ് കിട്ടുക. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? tan 60 എന്ന് പറയുന്നത് എന്താണ്? √3 ആണ്. 10+h ബൈ. സോ ഇത് നമുക്ക് എന്ത് കിട്ടും? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10 × √3 അത് 30 എന്ന് കിട്ടും. 30 = 10+h. അപ്പോൾ h = 20 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ 20 ആണ്. ആണോ? അല്ല. ആൻസർ എങ്ങനെയാണ് 20 ആവുക? കാരണം h ആണ് 20 കിട്ടിയത്. h ആണ് നമുക്ക് 20 കിട്ടിയത്. സോ ഓൾറെഡി ഇവിടെ ഒരു 10 കൂടി ഉണ്ട്. സോ എ ബി എന്ന് പറയുന്നത് 20+h ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ആണ് ആൻസർ ആയിട്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഒബ്സർവർ 1.5 meter tall is 24.5 meter away from a 26 meter high tower. The angle of elevation of the top of the tower from the eye of the observer is. So ഇവിടെ എന്താ പറഞ്ഞത്? ഒരാൾ 1.5 meter ടോൾ ആണ് ഹൈറ്റ്. ഇത് ഏതാ ഹൈറ്റ്? 1.5 meter ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് എന്ത് പറയുന്നു? 24.5 meter away from a 26 meter height tower. അതായത് 24.5 meter ഹൈറ്റ് എത്രയാണ്? ഇതിൻ്റെ 26 meter ആണ്. ക്ലിയർ? അതായത് നമുക്കിതാ എ ബി സി ഡി ഇത് ആണെന്ന് കൊടുക്കാം. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? ആംഗിൾ ആൽഫ ആണെന്ന് കൊടുക്കാം. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ, അതായത് നമ്മൾ ആംഗിളാണ് ആൽഫയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്താ എ ഇ എന്താണെന്ന് അറിയാം. എ ഇ എന്ന് പറയുന്നത് 26 ഈ 1.5 മൈനസ് ചെയ്താൽ 26 എന്ന് പറയുന്നത് എന്താണ്? 26 എന്ന് പറയുന്നത് ടോട്ടലാണ്. അതിൽ നിന്ന് 1.5 മൈനസ് ചെയ്താൽ എയിൻ്റെ വാല്യൂ എത്ര കിട്ടും? എ എന്ന് പറയുന്നത് 24.5 ആണെന്ന് കിട്ടും. ഓക്കെ, എ എന്ന് പറയുന്നത് 24.5 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടാൻ ആൽഫ എന്ന് പറയുന്നത് എ ഇ ബൈ ഡി ഇ ആയിരിക്കും. ഓക്കെ, എ ഇ ബൈ ഡി ഇ അല്ലേ? ഡി ഇ ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? 24.5 ബൈ ഡി എന്ന് പറയുന്നതും ഇതും സെയിം അല്ലേ? 24.5. സോ 1 ആണ്. ടാൻ ആൽഫ ഈക്വൽ ടു 1. ടാൻ ആൽഫ 1 കിട്ടണമെങ്കിൽ ആൽഫേൻ്റെ വാല്യൂ എന്തായിരിക്കും? ടാൻ ആൽഫ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ആൽഫേൻ്റെ വാല്യൂ എന്തായിരിക്കും? 45 ആയിരിക്കും. സോ ആൽഫ എന്ന് പറയുന്നത് 45 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ആൽഫ എന്ന് പറയുന്നത് 45 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് 2 houses ഓഫ് ദ സെയിം ഹൈറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ആർ 45 degree 30 degree ടുവേർഡ്സ് ദ ഈസ്റ്റ്. ഇഫ് ദ 2 angles, അതായത് 2 houses ആർ 50 meter apart, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? അപ്പം ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആണ് പറയുന്നത്. സോ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടുന്ന് ഒരാൾ നോക്കുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് പറഞ്ഞത്. സോ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഞാൻ പറഞ്ഞത് എന്താണ്? താഴേക്ക് നോക്കുന്നതാണ്. സോ ഒരാൾ ഫസ്റ്റത്തെ ഹൗസ് നോക്കുന്നത് എത്രയിലാണ്? 45 ഡിഗ്രിയിലാണ്. അപ്പോൾ ഇത് 45 ആയതുകൊണ്ട് നമുക്കറിയാം ഇതും 45 ആണ്. ഇനി രണ്ടാമത്തെ ആംഗിൾ എത്രയാണ്? രണ്ടാമത്തെ ആംഗിൾ അയാൾ നോക്കുന്നത് എത്രയിലാണ്? രണ്ടാമത്തെ ആംഗിൾ 30യിലാണ് നോക്കുന്നത്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ആണ്. സോ ഇവിടെയാണ് സെക്കൻഡ് ഹൗസ്. സോ ഈ ആംഗിൾ 30 ആണ്. ക്ലിയർ? അപ്പോൾ ഈ ആംഗിൾ 30 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഹൈറ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇത് എ ബി, നമ്മൾ ഈ എ ബി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതാണ് നമ്മുടെ ഫിഗർ. ക്ലിയർ അല്ലേ? നമ്മുടെ ഫിഗർ ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ നമ്മൾ ആദ്യം tan 45 എന്താണെന്ന് നോക്കാം. അതായത് tan 45 ഈക്വൽ ടു എന്താണ്? എ ബി ബൈ ബി ജി. ഓക്കെ, അപ്പോൾ tan 45 എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം എന്താണ്? 1 ആണ്. 1 ഈക്വൽ ടു എ ബി ബൈ ബി ജി. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എ ബി ഈക്വൽ ടു ബി ജി എന്ന് കിട്ടും. എ ബി ഈക്വൽ ടു ബി ജി, അതായത് ഇതും ഈക്വൽ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം?
നെക്സ്റ്റ് ടാൻ 30 എന്താണെന്ന് നോക്കാം. ടാൻ 30 ഈക്വൽ ടു എന്താണ്? എ ബി ബൈ ബി ജി. ബി ജിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ബി ജിക്ക് പകരം നമുക്ക് എ ബി എന്ന് കൊടുക്കാം. ബി ജിക്ക് പകരം നമുക്ക് എ ബി എന്ന് കൊടുക്കാം. കാരണം എന്താ? ഇത് രണ്ടും ഈക്വലാണ്. സോ അത് എ ബി പ്ലസ് 50 അല്ലേ? അതാണ് ഇവിടെ നമ്മൾ ടാൻ ഫൈൻഡ് ചെയ്താൽ ടാൻ 30 ഫൈൻഡ് ചെയ്താൽ എ ബിയും ബി എഫ് ആണ് ചെയ്യേണ്ടത്. ആ ബി എഫിന് പകരം നമുക്ക് ബി ജിയും ജി എഫും ചെയ്യാം. സോ എ ബി പ്ലസ് 50 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ടാൻ 30 എന്ന് പറയുന്നത് എന്താണ്? ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. ഈക്വൽ ടു എ ബി ബൈ എ ബി പ്ലസ് 50 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എ ബി പ്ലസ് 50 ഈക്വൽ ടു എ ബി √3 എന്ന് കിട്ടും. ക്ലിയർ? എ ബി √3 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് 50 ഇവിടെ വെക്കാം. എ ബി അങ്ങോട്ട് പോയാൽ എ ബി √3 മൈനസ് എ ബി. സോ ഇവിടുന്ന് എ ബി കോമൺ ആയി നമ്മൾ എടുത്താൽ എ ബി കോമൺ ആയി എടുത്താൽ എന്ത് കിട്ടും? എ ബി കോമൺ ആയി എടുത്താൽ എ ബി ഇൻറ്റു √3 മൈനസ് 1 എന്ന് കിട്ടും. സോ എ ബി ഈക്വൽ ടു എന്താണ്? 50/√3 മൈനസ് 1. എ ബി ഈക്വൽ ടു 50/√3 മൈനസ് 1. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ഇതിങ്ങനെ വന്നാൽ നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. √3 + 1 √3 + 1. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ഡിനോമിനേറ്ററിൽ എ പ്ലസ് ബി, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ ഡിനോമിനേറ്ററിൽ നമുക്ക് √3² മൈനസ് 1² എന്ത് കിട്ടും? √3 എന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്, മൈനസ് 1. സോ ഡിനോമിനേറ്റർ 2 എന്ന് കിട്ടും. ഇനിയോ ഇവിടെ എന്ത് കിട്ടും? 50 ഇൻറ്റു √3 + 1 എന്ന് കിട്ടും. സോ ഇത് ഈക്വൽ ടു 25√3 + 1 എന്ന് കിട്ടും. സോ 25√3 + 1 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടോപ്പ് ഓഫ് ദ 2 towers ഓഫ് ഹൈറ്റ് എക്സ് ആൻഡ് വൈ സ്റ്റാൻഡിങ് ഓൺ എ ലെവൽ ഗ്രൗണ്ട് സബ്റ്റൻസ് ആംഗിൾസ് ഓഫ് 60 ഡിഗ്രി ആൻഡ്, അതായത് ആംഗിൾ എത്രയാണ്? 60 ആൻഡ് 30 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി അറ്റ് ദ മിഡ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദെയർ ഫിറ്റ്. ദ വാല്യൂ ഓഫ് x/y ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 2 ടവർ ഉണ്ട്. എത്രയാണ്? ഒരു ടവറിൻ്റെ ഹൈറ്റ് എക്സും മറ്റൊരു ടവറിൻ്റെ ഹൈറ്റ് വൈയും. ഓക്കെ, ഒരു ടവറിൻ്റെ എക്സും മറ്റൊരു ടവറിൻ്റെ വൈയും. സോ ഇതിൻ്റെ മിഡ് എന്ന് ഒരാൾ നോക്കുന്നു. ഒന്ന് 60 ഡിഗ്രിയിലും മറ്റൊന്ന് 30 ഡിഗ്രിയിലും കാണുന്ന പറയുന്നത്. ഒന്ന് 60 ഡിഗ്രി മറ്റൊന്ന് 30 ഡിഗ്രിയിൽ കാണുന്നു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഹൈറ്റ്, അതായത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത്തും ഇതും സെയിം ആയിരിക്കും. ഇതെന്താണ്? എ എന്ന് കൊടുത്താൽ ഇതും എ ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ഹൈറ്റും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എക്സിൻ്റെയും വൈൻ്റെയും ഹൈറ്റിൻ്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിക്കുന്നത്. സോ നമുക്ക് എന്താ? നമുക്ക് ഇതുപോലുള്ള എക്സ്പ്രഷൻ കിട്ടും. ഇനി നമ്മൾ ഇവിടുന്ന് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ടാൻ 60 ഫൈൻഡ് ചെയ്യാം. എന്താണ്? x/a ആണ് ടാൻ 60. ടാൻ 60 എന്ന് പറയുന്നത് എന്താണ്? ടാൻ 60 നമുക്കറിയാം എന്താണ്? √3 ആണ്, ഈക്വൽ ടു x/a. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ, എക്സ് എന്ന് പറയുന്നത് √3 അല്ലെങ്കിൽ a√3 എന്ന് കിട്ടും. എക്സ് എന്ന് പറയുന്നത് a√3 എന്ന് കിട്ടും. ഇനി അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ടാൻ കണ്ടു. ഇനി ഈ ടാൻ കണ്ടാലോ? ടാൻ 30 എന്നത് ഫൈൻഡ് ചെയ്യാം. എന്താണ്? y/a. ടാൻ 30 എന്താണ്? 1/√3 ഈക്വൽ ടു y/a. അപ്പോൾ ഇവിടെ നമ്മൾ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് y ഈക്വൽ ടു എന്ത് കിട്ടും? a/√3 എന്ന് കിട്ടും. ക്ലിയർ? y ഈക്വൽ ടു a/√3 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ എക്സും കിട്ടി, വൈയും കിട്ടി. ഇനിയോ ഇത് നമ്മൾ സോൾവ് ചെയ്താൽ മതി. x/y എന്താ കിട്ടും? x/y എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താ? എക്സ് എന്ന് പറയുന്നത് a√3 a/√3. എയും എയും ക്യാൻസൽ ആയി, ബാക്കി എന്താ? √3 1/√3. ക്ലിയർ? അപ്പോൾ ഈ ഡിനോമിനേറ്ററിലുള്ള √3 ക്യാൻസൽ ചെയ്യാൻ നമ്മൾ ന്യൂമറേറ്ററിൽ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ √3 × √3 3 എന്ന് കിട്ടും. ഇൻറ്റു √3/√3 1 എന്ന് കിട്ടും. സോ ആൻസർ എന്താ? 3:1 ആണ് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? എ 5 meter long ladder is placed against a wall and reaches a height of 3 meter on the wall. ഓക്കെ, അതായത് ഒരു ലാഡർ, ഈ ലാഡറിൻ്റെ ഹൈറ്റ് എത്രയാണ്? 5 meter ആണ്. അത് നമ്മൾ ഒരു വാളിലേക്ക് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 3 meter ആണ് ഹൈറ്റ് കിട്ടുക. ക്ലിയർ? ഇനി ഈ ലാഡറിനെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി.
ഇങ്ങോട്ട് മാറ്റിയിട്ട് സെയിം ലാഡർ നമ്മളിങ്ങനെ വെച്ചു. അപ്പോൾ ഈ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 4.8 ആയെന്ന് പറഞ്ഞു ക്വസ്റ്റ്യനിൽ. ഈ ലാഡറിൻ്റെ ഹൈറ്റ് 5 തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ 4.8 വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ദൂരം ഇങ്ങോട്ട് മാറ്റിയെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. സോ നമുക്ക് ഇതിനെ വേണമെങ്കിൽ എ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി, ഇത് ഡി, ഇത് ഇ. അതായത് നമ്മൾ ഈ ഹൈറ്റ് എത്തുന്നത് ഇത് ഇ ആണെന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബി ഡി എന്ന വാല്യൂ, ബി ഡി എന്താണ്? ബി ഡി എന്ന് പറയുന്നത് അതായത് അതായത് ഇപ്പോൾ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഇല്ലേ, അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട് എ ബി ഡി. ക്ലിയർ? അപ്പോൾ ബി ഡി എന്ന് പറയുന്നത് എ ഡി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ അല്ലേ? ബി ഡി സ്ക്വയർ എന്ന് പറയുന്നത് എ ഡി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ആണ് ബി ഡി സ്ക്വയർ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്താണ് എ ഡി എന്താണ്? എ ഡി എന്ന് പറയുന്നത് 5 ആണ്, 5 സ്ക്വയർ മൈനസ് എ ബി എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്. സോ ബി ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടും? 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഇതിൻ്റെ റൂട്ടാണ് ബി ഡി എന്ന് പറയുന്നത്. 25 മൈനസ് 9 16, റൂട്ട് 16 ആണ് നമുക്ക് ബി ഡി കിട്ടുക. എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ ബി ഡി എന്ന് പറയുന്നത് 4 ആയിട്ട് കിട്ടും. സോ ഈ ടോട്ടൽ ലെങ്ത് നമുക്ക് 4 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ ഇ ബി സി എന്ന്, ട്രയാങ്കിൾ ഇ ബി സി ഓക്കെ. അതായത് ഈ ട്രയാങ്കിളിൽ നമുക്ക് ബി സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ആദ്യം നമ്മൾ ബി ഡി ഫൈൻഡ് ചെയ്തു, പിന്നെ ബി സി ഫൈൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സി ഡിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതിന്ന് ബി സി ഫൈൻഡ് ചെയ്താൽ നമുക്ക് കിട്ടും? ബി സി എന്ന് പറയുന്നത് ഇ സി, ബി സി സ്ക്വയർ ഈക്വൽ ടു ഇ സി സ്ക്വയർ മൈനസ് ഇ ബി സ്ക്വയർ. സോ ഇ സി 5 സ്ക്വയർ മൈനസ് 4.8 സ്ക്വയർ. റൂട്ട് ചെയ്താൽ നമുക്ക് ബി സി എന്ന് കിട്ടും. എത്രയാ? 25 മൈനസ് റൂട്ട് ഓഫ് 25 മൈനസ് 4.8. അപ്പോൾ 48ൻ്റെ സ്ക്വയർ നമ്മൾ ഫൈൻഡ് ചെയ്യണം. എന്താണ് 48ൻ്റെ സ്ക്വയർ? നമ്മൾ 48 ഇൻറ്റു 48 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4032 23.04 എന്ന് കിട്ടും. അപ്പോൾ ഇത് 23.04 ആണ് കിട്ടുക. സോ ബി സി ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് 1.96 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.196 എന്തിൻ്റെ? 40ൻ്റെ. അപ്പോൾ ബി സി ഈക്വൽ ടു 1.4 എന്ന് കിട്ടും. അപ്പോൾ ബി സി എന്നത് 1.480, ഇത് 480. സോ സി ഡി എന്ന വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സി ഡി എന്താണ്? 4 മൈനസ് 1.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.6 എന്ന് കിട്ടും. ക്ലിയർ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2.6 ആണ് നമുക്ക് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ നമുക്ക് ഇങ്ങനെയാണ് നമ്മളെ ട്രിഗണോമെട്രി ഒക്കെ നമുക്ക് ചെയ്യാനുള്ളത്. ട്രിഗണോമെട്രി അതായത് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് കാണാം.